നമസ്കാരം, ഞാൻ ആൻ്റണി ടെറിൽ, സക്സസ് അക്കാഡമി കൊച്ചി. ടെസ്റ്റ് ഓഫ് ഡിസബിലിറ്റി. നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, അതിപ്പോൾ SSCക്ക് ആയിക്കോട്ടെ, PSCക്ക് ആയിക്കോട്ടെ, ബാങ്കിനായിക്കോട്ടെ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് മറ്റ് ചാപ്റ്ററുകളെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നിട്ടും സാറ് പറഞ്ഞു ഇതാദ്യം നിങ്ങൾ പഠിക്കണമെന്ന്. കാരണമുണ്ട്. കാരണം ഒന്ന്, ഇപ്പം നിങ്ങൾക്ക് LCMൻ്റെ ചോദ്യം കാണാൻ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് അല്ലേ? ഈ LCM കാണുക എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് എന്താ? ഡിവിഷൻ ചെയ്ത് നോക്കുന്നു, അല്ലെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. ഇതൊന്നും വേണ്ട, ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കാണാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ഈ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്, ഇപ്പം പ്രൈം നമ്പേഴ്സ് കാണാൻ ചോദിച്ചു, അവിടെയും നിങ്ങൾക്ക് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും വലിയ അഡിഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് കാണണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കൂട്ടിയായിരിക്കും നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഇതൊന്നും വേണ്ട. നമ്മൾ ഈ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കാണാൻ പറ്റും. അത്രയും നമുക്ക് എന്താ പറയുക, കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കുട്ടികൾ എന്തുകൊണ്ട് ഇത് പഠിക്കാൻ മടി കാണിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് ഇതെന്തോ കാണാപ്പാഠം പഠിക്കേണ്ട എന്തോ ഒരു സംഭവമാണെന്ന് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്തു, അതിൽ നിങ്ങൾ കാണുവാണ് ഡിവിസിബിലിറ്റി റൂൾ ഫോർ 2, ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്നായിരിക്കണം, 0 ആയിരിക്കണം, 2 ആയിരിക്കണം, 4, ഇങ്ങനെ ഓരോന്നിനും എന്താ പറയുന്ന കുറേ റൂൾസ് പറയുന്നുണ്ടല്ലേ. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തായി, ഇത് പഠിക്കാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സാമുകളിൽ ചെല്ലുമ്പം എന്ത് പറ്റും? മറന്നു പോകും. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? കുട്ടികൾ ഈ ചാപ്റ്റർ പഠിക്കാൻ മടി കാണിക്കുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, മേ ബി ഈ ഒരു ക്ലാസ് ചിലപ്പം ഒരു അരമണിക്കൂർ മുതൽ ചിലപ്പോൾ 1 മണിക്കൂറോ അതിൻ്റെ മുകളിൽ പോയെന്ന് വരാം. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സമയം ഞാൻ കളയില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കുക. പിന്നെ ഇതിനോടനുബന്ധിച്ച് LCM എങ്ങനെ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്ലാസ്സുകൾ പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമസ്കാരം. നമുക്ക് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്കൊരു നമ്പർ നമ്മുടെ കയ്യിലേക്ക് തരുവാണെങ്കിൽ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പം ഒരു നമ്പർ നിങ്ങളുടെ മുന്നിൽ തന്നു, 35 എന്ന് പറയുന്ന നമ്പർ. ഇതിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡേഴ്സ് എന്തൊക്കെ വരുമോ നോക്കി. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം, 3ൽ 2 1 ടൈം പോവും, 1 × 2 2. ഇനി 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. ബാക്കിയുള്ള ആളെ ഞാൻ ഇറക്കി എഴുതി. ഇനി നോക്കി, 2 15ൽ എത്ര ടൈംസ് പോവും? നമുക്കറിയാം 7 ടൈംസ് എന്നല്ലേ. സോ 7 × 2 നമുക്ക് എത്ര കിട്ടും? 14. നിങ്ങൾക്കൊന്നും റിമൈൻഡർ എന്തായിട്ടാണ് കിട്ടിയേ? ഓക്കെ, ഇനി 2 1ൽ പോവില്ല. സോ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് കിട്ടി? 1 ആയിട്ട് കിട്ടി അല്ലേ. ഇനി അടുത്തൊരു നമ്പർ എടുക്കുവാണ്, 36 ഡിവൈഡഡ് ബൈ 2. നോക്കി, 3ൽ 1 ടൈം പോവും, 1 × 2 2. ബാക്കിയുള്ള ആളെ ഇറക്കിയിരിക്കുമ്പോൾ 16 കിട്ടും. ഇനി നോക്കി, 2 16ൽ എത്ര ടൈംസ് പോവും? നമുക്ക് 8 ടൈംസ് പോവും അല്ലേ. സോ 8 × 2 16. നമുക്കിവിടെ റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി അടുത്തത് ഞാൻ 37 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. നോക്കി, 2 3ൽ എത്ര ടൈംസ് പോവും? 1 × 2 2. ബാക്കി ഇറക്കി എഴുതുമ്പം 17. നോക്കി, 2 17ൽ എത്ര ടൈംസ് പോവും? 16 വരെ പോകുള്ളൂ, അതായത് 8 ടൈംസേ പോവുള്ളൂ. 8. ബാക്കി നമുക്ക് എന്ത് കിട്ടി? സോ 8 × 2 16. ഞാൻ ഇത് റിമൈൻഡർ എനിക്കിവിടെ എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് മിനിമം എത്ര കിട്ടുള്ളൂ? 0 കിട്ടും. മാക്സിമം എത്ര കിട്ടും? 1. എപ്പോൾ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. നോക്കി, 2 കൊണ്ട് ഞാൻ ഒരു നമ്പറെ ഹരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് 0 വരും, ഒന്ന് 1 വരും. സപ്പോസ് നിങ്ങൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? 0 വരും, 1 വരും, 3 വരും അല്ലേ. 3 വരുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 ഒരിക്കലും വരില്ല. റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 0 1 2. മാക്സിമം എത്ര വരെ പോവുള്ളൂ? അതിൻ്റെ ഒന്ന് കുറച്ചിട്ടേ വരുള്ളൂ. ക്ലിയർ? അപ്പം നിങ്ങൾ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് 0, ഒന്ന് 1, ഒന്ന് 2, ഒന്ന് 3, ഒന്ന് 4, ഒന്ന് 5, ഒന്ന് 6, ഒന്ന് 7. നോക്കി, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് 8 നമ്പേഴ്സ് റിമൈൻഡേഴ്സ് ആയിട്ട് വരാം, 0 മുതൽ 7 വരെ.
ഞാൻ ഒരു ഉദാഹരണം കൂടി കാണിക്കുവാണ്. 97/8. നമുക്കറിയാം 97/8 എന്ന് പറയുന്നത് എങ്ങനെ? 97/8. 8 9 എത്ര ടൈംസ് പോവും? 1 ടൈം പോവും. സോ 1 × 8 8. ബാക്കിയുള്ള ആളെ ഞാൻ ഇറക്കി എഴുതുവാണ്. സോ 9 - 8 1, ബാക്കി 7. നോക്കി 17 8 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും അല്ലേ? 2 16 കിട്ടും. എനിക്കിവിടെ റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ എനിക്ക് എങ്ങനെയൊക്കെ 8 കൊണ്ട് ഡിവിസിബിൾ ഫോമിലേക്ക് ആക്കാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യണം? അതായത് എനിക്ക് ഈ കാണുന്ന നമ്പറിനെ 97നെ 97നെ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? ഓക്കെ, ഒന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ റിമൈൻഡർ എന്ന് പറയുന്ന ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? 96 ആവും അല്ലേ? 96നെ 8 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 1 8 16 കിട്ടും. 2 ടൈംസ് 16 നമുക്ക് 0 കിട്ടും. ഇതൊരു പോസിബിലിറ്റിയാണ്. അതായത് റിമൈൻഡർ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എൻ്റെ റിമൈൻഡർ 0 ആവും. പക്കാ ഡിവിസിബിളായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി, നമുക്കറിയാം ഇവിടെ റിമൈൻഡർ എത്രയാണ്? 1. എന്ത് ഞാൻ ആഡ് ചെയ്താലാ പക്കയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് നോക്കി, 8ൻ്റെയും 1ൻ്റെയും 7 അല്ലേ? ഈ 7 ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, 7 ഞാൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 104 കിട്ടി അല്ലേ? 97 + 7 എത്രയാണ്? 104. ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. നമുക്കറിയാം 10ൽ 8 എത്ര ടൈംസ് പോവും? 1 ടൈം. ബാക്കി 8 എത്ര കിട്ടും? 24. 24ൽ 8 എത്ര ടൈംസ് പോവും? 13 കിട്ടും അല്ലേ? സോ 24 0. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഇവിടെ. അതായത് തന്നിരിക്കുന്ന നമ്പറെ എങ്ങനെയൊക്കെ എനിക്ക് പക്കയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന റിമൈൻഡറെ ആ ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് കുറക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഡിഫറൻസ് നോക്കുക. നമ്മുടെ റിമൈൻഡറും ഈ പറയുന്ന ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന ആളും ഡിഫറൻസ് നോക്കുക. അതെന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറെ ഡിവിസിബിൾ ഫോമിലേക്ക് ആക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, അതിലൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കാത്തത്, ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിക്കാത്തവർ എന്താ ചെയ്യുക? ഈ നമ്പർ എടുക്കും, എല്ലാം എന്ത് ചെയ്യും? 7 3 1 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും 3 കൊണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കി എത്ര സമയം നമ്മുടെ അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും ശ്രദ്ധിക്കുന്നതെന്ന് അറിയോ? കുട്ടികളെ കൊണ്ട് ആ പ്രോബ്ലം ചെയ്യിപ്പിക്കാം. അതായത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിക്കാത്തവർ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ചെയ്ത് സമയം കളയുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയൊരു നമ്പർ തന്നിട്ട് അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരിക്കലും അവർ ചോദിക്കില്ല. കാരണം അവർക്കറിയാം, ഡിവിസിബിലിറ്റി ഒട്ടും ഇത് പഠിക്കാത്തവർ വന്നിരുന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കും, ഇത്രയും വലിയ നമ്പർ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കണോ? എൻ്റെ സമയം പോവില്ലേ എന്ന് വിചാരിച്ച് മാറ്റിക്കളയും. അപ്പോൾ കുട്ടികളെ കൊണ്ട് പ്രേരിപ്പിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കും. അതായത് സിലബസ് പഠിക്കാത്തവരെ കൊണ്ട് എന്ത് ചെയ്യുക? സിലബസ് അല്ലെ, ഈ മാത്സ് സിലബസിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിക്കാത്തവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുക? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വലിയ രീതിക്ക് ചെയ്ത് അവരുടെ സമയം കളയുക എന്നുള്ളതാണ് ഏത് ക്വസ്റ്റ്യനെയറിൻ്റെ ഉദ്ദേശം. അതൊരു ട്രിക്കാണ്. നിങ്ങളൊരു ഉദാഹരണമായിട്ട് നിങ്ങളൊരു മാളിലോ അല്ലെ ഷോപ്പിംഗ് മാളിലോ അല്ലെ സൂപ്പർ മാർക്കറ്റിലോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്? അതുപോലെ നമ്മുടെ മുന്നിലേക്ക് അവരെന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. ഈ കൺസെപ്റ്റ് അറിയാത്തവരെന്ത് ചെയ്യും? ഇത് സാധാ ഡിവിസിബിലിറ്റിയിൽ ചെയ്ത് നോക്കി അവരുടെ സമയം കളയും. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? അങ്ങനെ സമയം കളയരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമുക്ക് 0 മുതൽ തുടങ്ങാം. ഒരിക്കലും ഒരു നമ്പർ 0 കൊണ്ട് ഡിവിസിബിലിറ്റി ചോദിക്കില്ല. കാരണം നമുക്കറിയാം ഒരു നമ്പറേയും നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ? ഇൻഫിനിറ്റി എന്ന് പറയുന്ന വലിയൊരു വാല്യൂയിലേക്കാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? 0 കൊണ്ട് ചോദിക്കില്ല. പിന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാം 1 കൊണ്ട്
എല്ലാ നമ്പറേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതും ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല. ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഡിവിസിബിലിറ്റി ഓഫ് 2 ആണ്. നമുക്ക് എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ഓഫ് 2 എന്ന് നോക്കാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഈ ഡിവിസിബിലിറ്റി ഓഫ് 2 ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റൊരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കാം. ഇപ്പം 732 ആണ് നമ്പർ. ഇതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എനിക്കിവിടെ 2 ആണല്ലേ. 2നെ എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ നമ്പർ എന്ന് പറയുന്നത് എന്താ, ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ലാസ്റ്റത്തെ ഡിജിറ്റ്സ് എന്തൊക്കെ പോസിബിളാണ് നമുക്ക്? ഒന്ന് 0 പോസിബിളാണ്, ഒന്ന് 1 പോസിബിളാണ്, ഒന്ന് 2 പോസിബിളാണ്, ഒന്ന് 3 പോസിബിളാണ്, ഒന്ന് 4 പോസിബിളാണ്, ഒന്ന് 5 പോസിബിളാണ്, പിന്നെ 6 പോസിബിളാണ്, 7 പോസിബിളാണ്, 8 പോസിബിളാണ്, 9 പോസിബിളാണ്. ഇത്രയും നമ്പേഴ്സല്ലേ എനിക്ക് ലാസ്റ്റ് വരാൻ പോസിബിളായിട്ടുള്ള. ഇതിൽ നോക്കി, ഇതിലെനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 2 പറ്റും, ഒന്ന് 4 പറ്റും, ഒന്ന് 6 പറ്റും, ഒന്ന് 8 പറ്റും അല്ലേ. ഈ 2, 4, 6, 8 എന്ന് പറയുന്നത് എന്ത് നമ്പേഴ്സാണ്? ഈവൻ നമ്പേഴ്സാണല്ലേ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ലാസ്റ്റത്തെ ഡിജിറ്റിൽ നമുക്ക് 2 വന്നാൽ, അല്ലെ 4 വന്നാൽ, പിന്നെ 6 വന്നാൽ, 8 വന്നാൽ എന്താ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി 0ൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, 6319, ഇതിലെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ എടുത്തു 9. 9നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 9ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും അല്ലേ. അതായത് 8 വരെ നമുക്ക് പോവും. ബാക്കി എന്താണ് എനിക്ക് അവിടെ റിമൈൻഡർ കിട്ടുന്നത്? 1 അല്ലേ കിട്ടുക. ഞാൻ പറഞ്ഞു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. നമുക്കവിടെ എന്ത് പാടില്ല, നമുക്കവിടെ റിമൈൻഡർ കിട്ടാൻ പാടില്ല. റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്താ, പൂർണ്ണമായിട്ടും ഡിവിസിബിൾ അല്ല. ഇവിടെ നോക്കി, ഇവിടെ റിമൈൻഡർ 1 വരുന്നതുകൊണ്ട് ഈ നമ്പർ എന്താ, ഡിവിസിബിൾ അല്ല. ക്ലിയർ? ഇനി 1നെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കി, 1നെ ഡിവൈഡ് ചെയ്യുമ്പം എനിക്കവിടെ റിമൈൻഡർ എന്താ, 1 ആണ്. സോ ഇത് ഡിവിസിബിൾ അല്ല. 7 ചെയ്ത് നോക്കി, എനിക്കവിടെ റിമൈൻഡർ എന്ത് വരും, 1 വരും. കാരണം എന്താ, 6 വരെ പോകത്തുള്ളൂ. അതായത് 2 × 3 6 വരെ കിട്ടുള്ളൂ. എനിക്കവിടെ റിമൈൻഡർ 1 കിട്ടുന്നതുകൊണ്ട് ഇതും ഡിവിസിബിൾ അല്ല. ഇനി 0ൻ്റെ നോക്കി, ഞാൻ ഒരു നമ്പറിനെ 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 0 കിട്ടും അല്ലേ. അവിടെ 0 കിട്ടുന്നതിൻ്റെ അർത്ഥം അവിടെ റിമൈൻഡർ എന്താണ്, 0 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കി, ഈ നമ്പറിനെ 0 ഡിവൈഡ് ബൈ 2 എനിക്ക് അവിടെ എന്താ കിട്ടുന്നത്, 0. ഈ 0 കിട്ടുന്നത് എന്താണ്, ആക്ച്വലി റിമൈൻഡർ ആണ്. ഈ റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഈ നമ്പർ ഡിവിസിബിൾ ആണ്. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ 7നെ ഡിവൈഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 3 ടൈംസ് പോകുന്നുണ്ട്, എനിക്കിവിടെ 6 വരെ പോകുന്നുണ്ട്. റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, 1 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെയല്ലേ ഇതും, 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, 0. അതിൻ്റെ അർത്ഥം എന്താ, ആ കിട്ടുന്ന വാല്യൂ റിമൈൻഡർ ആണ് 0. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കറിയാം ഇത് 0 ആണെന്നല്ലേ. ഈ 0നെ എന്ത് ചെയ്യുക, ഒന്ന് കടം മേടിക്കുമ്പം ഇയാൾ എത്രയാവും, ഇയാൾ 10 ആവും. ഓക്കെ, 2ൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒന്ന് കടം മേടിച്ചപ്പോൾ ഇയാൾ എത്രയായി, 10 ആയില്ലേ. 10നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ, 5 ടൈംസ് പോവും. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി ഓഫ് 4 ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഡിവിസിബിലിറ്റി ഓഫ് 2 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ലാസ്റ്റത്തെ ഡീറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. 4ൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 2ൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 4ന് എന്തായിരിക്കും, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആയിരിക്കും. നോക്കാം, ഞാൻ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് എടുത്തു, 12. നോക്കി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കി, 4 കൊണ്ട് പക്കയായിട്ട് പോകുന്നുണ്ടല്ലേ. സോ ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 4. ഇത് നോക്കി, 19നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. നമുക്കറിയാം 4 19ൽ എത്ര ടൈംസ് വരെ പോകും, 4 ടൈംസ് പോകും അല്ലേ. നമുക്ക് എത്ര കിട്ടും, 16. 4 × 4 16. റിമൈൻഡർ എനിക്ക് ഇവിടെ എത്ര വരുന്നു, 3 വരുന്നു. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. ഇവിടെ നോക്കി, 0 1
സീറോ വണ്ണിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്കറിയാം 4 1-ൽ പോവില്ല. സോ അതിൻ്റെ അർത്ഥം എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1. സോ ഇതും ഡിവിസിബിൾ അല്ല 4-ൽ. നോക്കി 17 നമുക്ക് എങ്ങനെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കുന്നു 17, 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. നമുക്ക് എത്ര കിട്ടും അവിടെ? 17-ൽ 16 വരെ പോകത്തുള്ളൂ. ബാക്കി അപ്പോൾ റിമൈൻഡർ എന്താ? 1. 20-ൽ നമുക്കറിയാം പക്കയായിട്ട് 4 പോകും. സോ ദിസ് ഈസ് ഡിവിസിബിൾ. ഓക്കെ 66-നെ എന്തെടുക്കുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് അറിയില്ല എങ്കിൽ എന്ത് ചെയ്തു നോക്കുക? ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് 2 ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നോക്കി 2 66-ൽ എത്ര ടൈംസ് പോവും? 33 ടൈംസ് പോവും. 2 4-ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും അല്ലേ? ഓക്കെ ഇനി 2 33-ൽ പോവും? 33-ൽ പോവില്ല. കാരണം എന്താ? ഫാക്ടേഴ്സ് ഇല്ല. ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്ത് ഇവിടെ ലാസ്റ്റ് എന്തായിരിക്കണം? ഇവിടെ ലാസ്റ്റ് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താ അതിൻ്റെ അർത്ഥം പക്കയായിട്ട് ഈ 4 കൊണ്ട് എനിക്ക് പക്കയായിട്ട് 4ൻ്റെ എല്ലാ സംഭവവും എനിക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ബാക്കി 2 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പക്കയായിട്ട് ഇതിൽ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നോക്കി, ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഇവിടെ 0 ആണ്. 2 0-നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 0. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 4. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1 പുറത്തുനിന്ന് കടം മേടിക്കുക. 1 കടം മേടിച്ചാൽ ഈ 2 ഡിജിറ്റ് എന്താവും? അവർ 100 ആയിട്ട് വരും. 100-നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം 100-ൽ 4 പക്കയായിട്ട് പോകും. ഓക്കെ 2 ഇതിൽ 50 ടൈംസ്, 2 ഇതിൽ 2 ടൈംസ്. ഇനി നോക്കി 2 വീണ്ടും പോവും. എത്ര ടൈംസ് ആയി? 25 ടൈംസ്. 2 പോയി ഇവിടെ 1 ആയില്ലേ? 1 വരെ എല്ലാം പോയി. ലാസ്റ്റ് ഒരാൾ മാത്രം 1. അതിൻ്റെ അർത്ഥം എന്താ? ഈ 4 പക്കയായിട്ട് ഇതിൽ പോകുന്നു. 4 പക്കയായിട്ട് പോകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഈസ് ഡിവിസിബിൾ. ഇനി ഈ നമ്പർ 55 ഡിവൈഡ് ബൈ 4 ചെക്ക് ചെയ്ത് നോക്കുക. നോക്കി 55-ൽ ഒന്നും കോമൺ ആയിട്ടില്ല. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. 52 ഡിവിസിബിൾ ബൈ 4 നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? 2 നോക്കുക. 2 ഇതിൽ 26, ഇത് എത്ര കിട്ടും? 2. 2 വീണ്ടും പോവും 13 ടൈംസ്. സോ ദിസ് ഈസ് ഡിവിസിബിൾ. ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ 13 എന്ന് പറയുന്നത് റിമൈൻഡർ അല്ല കേട്ടോ. കാരണം ഇവിടെ നോക്കിയേ 4 52-ൽ പക്കയായിട്ട് പോകുന്നുണ്ട്. അതായത് 13 ടൈംസ്. 4 × 13 നിങ്ങൾക്ക് എത്ര കിട്ടുക? 52. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ 4 52-ൽ പക്കയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? റിമൈൻഡർ 0 ആണെന്ന്, അല്ല റിമൈൻഡർ 13 അല്ല. ക്ലിയർ? ഞാൻ ഇങ്ങനെ ഫാക്ടേഴ്സ് എടുത്ത് കട്ട് ചെയ്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 × 13 52. 2-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്താൽ മതിയെന്ന്. 4-ൻ്റെ ഡിവിസിബിലിറ്റി ഞാൻ പറഞ്ഞ സമയത്ത് ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കാൻ പറഞ്ഞു. ഇനി 8-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ലാസ്റ്റത്തെ 3 ഡിജിറ്റ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതല്ല നിങ്ങളുടെ ഡൗട്ട്. പറഞ്ഞുതരാം. നോക്കി 2-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തു, ലാസ്റ്റത്തെ ഡിജിറ്റ്. 4-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തു, ലാസ്റ്റ് 2 ഡിജിറ്റ്. 8-ൻ്റെ ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ 3 ഡിജിറ്റ്. 2 എന്ന് പറയുന്നത് എന്താ? 2^1. 4 എന്ന് പറയുന്നത് എന്താ? 2^2. 8 എന്ന് പറയുന്നത് എന്താ? 2^3. നോക്കി 4-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റത്തെ 2 ഡിജിറ്റ്. 8-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റത്തെ 3 ഡിജിറ്റ്. എന്താണ് 2-ൻ്റെ പവർ? അത്രയും ഡിജിറ്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി 16-ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 16 എന്ന് പറയുന്നത് എന്താ? 2^4. 2^4-ൻ്റെ അപ്പോൾ ലാസ്റ്റത്തെ എന്ത് ചെയ്യും? ലാസ്റ്റത്തെ 4 ഡിജിറ്റ്സ്. ഇനി 32 ആണ് നിങ്ങളുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും എടുക്കുന്നത്? 32 ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? 2^5. ലാസ്റ്റത്തെ 5 ഡിജിറ്റ്സ് എടുക്കുക. ഇനി ഇത്രയും വലിയ നമ്പേഴ്സ് ഞാൻ പറഞ്ഞു കോമൺ ഫാക്ടേഴ്സ് ആദ്യം കട്ട് ചെയ്ത് വരിക. കട്ട് ചെയ്ത് ലാസ്റ്റ് 1 എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് പക്ക ഡിവിസിബിൾ. ഓക്കെ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ ഈ 32 പക്കയായിട്ട് ഡിവിഷൻ ചെയ്ത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ ഇനി 2^6 എത്രയാ? 64. ലാസ്റ്റത്തെ 6 ഡിജിറ്റ്സ് എടുക്കുക ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിവിസിബിലിറ്റി ഓഫ് 8 ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് എത്ര ഡിജിറ്റ്സ് എടുത്ത് നോക്കുക? 3 ഡിജിറ്റ്സ്.
312 ഡിവൈഡ് ബൈ 8. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിൽ കോമൺ ഫാക്ടേഴ്സ് വെച്ച് ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കുക. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി, 8ൽ നമുക്കറിയാം 2 പോകുന്നുണ്ട് അല്ലേ. 2 8ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. ഓക്കെ, 2 3ൽ എത്ര ടൈംസ് പോവും? 1 ടൈം പോവും. ഞാൻ 1 ഇങ്ങോട്ട് കടം കൊടുത്ത് കഴിയുമ്പോൾ ഇയാൾ എത്രയും 11 ആവും. 11ൽ 2 എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും. പിന്നെ അവിടെ ഒരാൾ ബാക്കിയുണ്ട്, 1. ഞാൻ അപ്പുറത്തേക്ക് കടം കൊടുത്തു. 12ൽ 2 എത്ര ടൈംസ് പോവും? 6 ടൈംസ്. ഇനി വീണ്ടും എന്ത് ചെയ്യുക? 2 ഇത് വിട്ട് 4ൽ പോവും, 2 ടൈംസ് പോവും. ഓക്കെ, 156ൽ 2 എത്ര ടൈംസ് പോവും? 15ൽ 2 എത്ര ടൈംസ് പോവും? 7 ടൈംസ് പോവും അല്ലേ, 14. ഓക്കെ, 1 ഇങ്ങോട്ട് കടം കൊടുത്തു. കടം കൊടുത്തു കഴിയുമ്പോൾ 16. 16ൽ 2 എത്ര ടൈംസ് പോവും? 8 ടൈംസ്. ഓക്കെ, വീണ്ടും 2 ഇതിൽ പോകുന്നുണ്ട്. എത്ര കിട്ടും? 3 18 9. പക്ക. ഇവിടെ നമുക്ക് എന്തായി? 1 ആയി. എൻ്റെ അർത്ഥം എന്താ? ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 8. അല്ലാതെ നിങ്ങൾ ഈ 3 1 2നെ എടുത്തിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കരുത്. ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി നോക്കുക. ഓക്കെ ഓക്കെ, അടുത്തത് 196. ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ഞാൻ എടുത്തു. 196. ഇനി എന്ത് ചെയ്ത് നോക്കുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു 8 കൊണ്ട് പക്കയായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കണമെന്നില്ല. ചെറിയ വാല്യൂസ് എടുത്ത് നോക്കുക. 2 8ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും അല്ലേ. ഇനി 196ൽ 2 എത്ര ടൈംസ് പോകും നോക്കാം. നോക്കി, 19ൽ 2 എത്ര ടൈംസ് പോവും? 9 ടൈംസ് പോവും. കാരണം 18 വരെ പോവുള്ളൂ. 2 × 9 18. ഇനി ബാക്കിയുള്ള എന്താ? 1 ഞാൻ ഇങ്ങോട്ട് കടം കൊടുത്തു. കടം കൊടുത്തു കഴിയുമ്പോൾ 16. 16ൽ 2 എത്ര ടൈംസ് പോവും? 8 ടൈംസ് പോവും. നോക്കി, 2 4ൽ 2 ടൈംസ് പോവും. 2 98ൽ എത്ര ടൈംസ് പോവും? 4 ഇങ്ങോട്ടൊന്ന് കടം കൊടുത്തു കഴിഞ്ഞാൽ 18. 18ൽ 2 9 ടൈംസ് 49. ഓക്കെ, 49ൽ 2 പോകുന്നുണ്ടോ പക്കയായിട്ട്? ഇല്ല. ഈ 2 കൂടി പോയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയാലേ? 1 കിട്ടിയാലേ. അതിൻ്റെ അർത്ഥം എന്താ? പക്കയായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലേ. പക്ക. ഇവിടെ എന്താ? പക്കയായിട്ട് ഡിവിസിബിൾ അല്ല. കാരണം എന്താ? 8 പക്കയായിട്ട് പോകുന്നില്ല. ഇനി ഇവിടെ നോക്കി, 0 0 0. ഞാൻ പറഞ്ഞു 0നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും എനിക്ക് അവിടെ റിമൈൻഡർ എന്തായിരിക്കും? 0. ഓക്കെ, 3 സീറോസിനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം നമ്മൾ എടുക്കുന്നത് ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ആയിരിക്കണം. ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് 0. 3 ഡിജിറ്റ്സ് ഞാൻ എടുത്തു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. നമുക്കറിയാം ആ 3 സീറോസിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? റിമൈൻഡർ 0. ഇനി നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കടം മേടിച്ച് തന്നെ 1000 ആക്കുക. ഒന്ന് കടം മേടിച്ച് 1000നെ 8 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നോക്കി, 1000നെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 2 1000ൽ 500 ടൈംസ് പോവും. 2 8ൽ 4 ടൈംസ്. ഇനി 2 4ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. ഇതിൽ എത്ര ടൈംസ് പോവും? 250. ഇനി 250ൽ എത്ര ടൈംസ് പോവും? 125. 2ൽ 1 ടൈം. നോക്കി, 1. എനിക്ക് അവിടെ എന്തായി? 1ലേക്ക് ഞാൻ എത്തിച്ചു. 128 × 8 എന്ന് പറയുന്നതാണ് 1000. സോ 125 ടൈംസ് 8 പോകുന്നുണ്ട്. ആ സമയത്ത് റിമൈൻഡർ എന്താ? 0. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 8. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് 2ൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയായിരുന്നു? ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കുന്നു, ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 0 വന്നാലും ഡിവിസിബിൾ ആണ്. 4ൻ്റെ കേസിൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞ? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുന്നു. അവിടെ 2 ഡിജിറ്റ്സും 0 ആയാലും ഇറ്റ് ഈസ് ഡിവിസിബിൾ. 8 വരുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 8ൻ്റെ കേസിൽ എന്തായിരുന്നു? ലാസ്റ്റത്തെ 3 ഡിജിറ്റ് 0 ആയാലും ഇറ്റ് ഈസ് ഡിവിസിബിൾ. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. എങ്ങനെയാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. 36നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, 3 ഇതിൽ 1 ടൈം പോവും. 3 നമുക്ക് എന്തായി? 0. ഓക്കെ, 6. 6ൽ 3 എത്ര ടൈംസ് പോവും? 12 ടൈംസ് 0. ഓക്കെ, 37നെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുവാണ്. 3ൽ എത്ര ടൈംസ് പോവും? 1 ടൈം 3 7. ഇതിൽ എത്ര ടൈംസ് പോവും? 2 0 6. റിമൈൻഡർ എന്താ? 1 കിട്ടിയല്ലേ. ഓക്കെ ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നി. എന്ത് ചെയ്യുക? ഇപ്പോൾ ഞാൻ 36നെ എടുക്കുവാണ്. 36നെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ ഡിജിറ്റ്സ് അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എനിക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. നോക്കി, 3 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണല്ലേ. ഈ 9നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ.
അതായത് ആ തന്നിരിക്കുന്ന ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. ഡിജിറ്റ്സിൻ്റെ സം എടുത്തിട്ട് എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നടക്കുന്നുണ്ട്. 9 എനിക്ക് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഞാൻ ഇങ്ങനെ ചെയ്യണ്ട, അതിന് പകരം എന്ത് ചെയ്യുക, ആ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോക്കി, ഇതിനെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി, 3 + 7 നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും അല്ലേ. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. നമുക്ക് എന്താ, 10നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, റിമൈൻഡർ 1 കിട്ടുന്നുണ്ട് അല്ലേ. നോക്കി, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം 9 വരെ പോകുള്ളൂ, റിമൈൻഡർ 1. അതന്നെയല്ലേ ഇവിടെയും കിട്ടിയിരിക്കുന്നത്. 38ൻ്റെ ഡിവിസിബിലിറ്റി എനിക്ക് ചെക്ക് ചെയ്യണം, 3 കൊണ്ടുള്ള. എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. സം എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 3 + 8 എത്ര കിട്ടും, 11 കിട്ടും. 3 + 8 11. 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കുക. നോക്കി, 11ൽ 3 എത്ര ടൈംസ് പോകും, 3 ടൈംസേ പോകുള്ളൂ, 9 വരെ പോകുള്ളൂ. റിമൈൻഡർ എനിക്ക് അവിടെ എന്ത് കിട്ടും, 2 കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്താ, ഡിവിസിബിൾ അല്ല. 39ൻ്റെ ഡിവിസിബിലിറ്റി, ഡിജിറ്റ് സം എടുക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 12 കിട്ടും. 12 എന്ന് പറയുന്നത് എത്രയാണ്, 3 കൊണ്ട് ഡിവിസിബിൾ അല്ലേ, 4 ടൈംസ്. സോ ദിസ് ഈസ് ഡിവിസിബിൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, 38ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, 3 കൊണ്ട് ഞാൻ പറഞ്ഞു ആ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. 3 + 8 നമുക്ക് എന്ത് കിട്ടും, 11 കിട്ടും. 11 കൊണ്ട് ഞാൻ 3നെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു, നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്, റിമൈൻഡർ 2 എന്ന് പറഞ്ഞ് കിട്ടി. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എല്ലാ ഡിജിറ്റ്സിൻ്റെയും സം എടുക്കാൻ നിൽക്കരുത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സം എടുക്കുന്ന സമയത്ത് 3 ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. നോക്കി, 8 മാത്രം 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക, എത്ര കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട് അല്ലേ. 8ൽ 3 എത്ര ടൈംസ് പോകും, 2 ടൈംസ് അല്ലേ പോവുക. അപ്പോൾ റിമൈൻഡർ എന്താ, 2. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഇത് ചെറിയ പ്രോബ്ലം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും മനസ്സിലാവാത്തത്. നിങ്ങളൊരു വലിയ പ്രോബ്ലം എടുത്ത് നോക്കി. ഇപ്പം 7 3 1 2 ഞാൻ 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ സം എടുക്കണം. സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ സം എടുക്കുന്ന സമയത്ത് സമ്മിൽ 3ൻ്റെ മൾട്ടിപ്പിൾസോ അല്ല 3യോ വരുന്നുണ്ടെങ്കിൽ അവരെടുക്കണ്ട. നോക്കി, 3 എടുക്കണ്ട. പിന്നെ എന്താ, 1 + 2 അതും 3 ആണ്, എടുക്കണ്ട. നോക്കി, 7 3ൽ എത്ര ടൈംസ് പോവും, 2 ടൈംസ് അല്ലേ. 7ൽ 3 എത്ര ടൈംസ് പോവും, 6 വരെ പോവും. റിമൈൻഡർ അപ്പം എനിക്ക് അവിടെ എന്ത് കിട്ടും, 1. ഇത് തന്നെ ആയിരിക്കും. നോക്കി, നിങ്ങൾ മൊത്തത്തിലെടുത്തു നോക്കി, 7 + 3 10, 10 + 1 11, 11 + 2 13 കിട്ടും. 13നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, നമുക്കറിയാം 12 വരെ പോകുള്ളൂ അല്ലേ. റിമൈൻഡർ എന്താ, 1. ഇത് ഒന്നല്ലേ. അപ്പം എന്തിനാ പിന്നെ ഞാൻ എല്ലാ നമ്പറും ആഡ് ചെയ്ത് പോകുന്നത്. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3ൻ്റെ മൾട്ടിപ്പിൾസോ ആയിട്ടുള്ള വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അതെടുക്കണ്ട. ഇപ്പം 6 3 1 9 ഇതിൻ്റെ ഡിവിസിബിലിറ്റി എനിക്ക് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. നോക്കി, 6 ഇത് എടുക്കണ്ട, കാരണം എന്താ, മൾട്ടിപ്പിൾ ഓഫ് 3യും എടുക്കണ്ട, 9ഉം എടുക്കണ്ട. ഓക്കെ, 1. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ, 1. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. 7 3 9 0 1 ഇതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി, ഇതിൽ 3 വരുന്നുണ്ട്, എടുക്കണ്ട. 9 വരുന്നുണ്ട്, എടുക്കണ്ട. നോക്കി, 7 + 1 8. 8നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്ത് വരും, 2 വരും. സോ ഇതും എന്താ, ഡിവിസിബിൾ അല്ല. അടുത്തത് 5 3 1 1 7. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 3 എടുക്കണ്ട. നോക്കി, 7 + 1 8, 8 + 1 9, അതും എടുക്കണ്ട. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 5. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്ത് വരും, 2 വരും. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. Eight 9 2 0 divided by 3. നോക്കി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരുന്നുണ്ട്, എടുക്കണ്ട. നോക്കി, 8 + 2
എത്ര കിട്ടും? 10 കിട്ടും. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 1 വരും അല്ലേ? സോ ദിസ് ഈസ് ഓൾസോ നോട്ട് ഡിവിസിബിൾ ബൈ 3. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്നത് അതിനെ ഡിജിറ്റ് സം എന്നാണ് പറയുന്നത്. ഈ ഡിജിറ്റ് സം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളിപ്പോൾ 3 + 3 4 9 2 0 ഇതിൻ്റെ നിങ്ങൾ സം എടുക്കാൻ പോവുകയാണ്. നോക്കി, 3 + 4 എത്രയാണ്? 7. 7 + 9 എത്രയാണ്? 16. 16 + 2 എത്രയാണ്? 18. 18 + 0 18 വരും. ഓക്കെ, ഈ ഡിജിറ്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ഇപ്പോൾ 1 8. 1 + 8 എത്രയാണ്? 9. ഇതാണ് ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. എപ്പോഴും ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് എന്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക? സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 10 വന്നു. 10 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ഈ ഡിജിറ്റിനെ ആഡ് ചെയ്യുക. 1 + 0 എന്ത് കിട്ടും? 1 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഇപ്പോൾ 10ൻ്റെ ഡിജിറ്റ് സം വന്നു കഴിഞ്ഞാൽ 1 + 0 1. ഓക്കെ, ഈ ഡിജിറ്റ് സം എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. അടുത്തത് ഡിവിസിബിലിറ്റി ഓഫ് 9. നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 3 എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 9ഉം എന്ത് തന്നെയാണ്? സെയിം പ്രിൻസിപ്പിൾ തന്നെ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, എന്നിട്ട് എന്ത് നോക്കുക? ഡിവൈഡഡ് ബൈ 9 ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലിയർ? ഇവിടെ 96ൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 9 + 6 എത്ര കിട്ടും? 15. 15നെ വീണ്ടും ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്തായി? 6. ഓക്കെ, 6നെ എനിക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. റിമൈൻഡർ അപ്പോൾ എത്രയാണ്? 6. ക്ലിയർ? 6 2 2 3 0 5. എനിക്ക് 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ എന്താ പറഞ്ഞത്? ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. ഇനി സം എടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഓഫ് 9 വരുന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം എന്താ? ആ വാല്യൂ എന്ന് പറയുന്നത് 9 പക്കയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ എടുക്കണ്ട എന്ന് പറയാൻ കാരണം ഇപ്പം 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് എന്താ? 9 കൊണ്ട് എനിക്ക് പക്കയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഡിവിസിബിൾ ആണ്. പിന്നെ ഞാൻ ആ വാല്യൂ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസിന് നോക്കുക. ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. നോക്കി, 6 + 3 9 കിട്ടുന്നുണ്ട്. പക്ക ഡിവിസിബിൾ ആണ്. പിന്നെ നോക്കി 2 2 4 4 + 5 9. സോ ഓക്കെ, ഡിജിറ്റ്സിന് സമ്മാണ് എനിക്ക് അവിടെ എന്ത് കിട്ടുന്നത്? 9 കിട്ടുന്നത്. 9 ഈസ് ഡിവിസിബിൾ ബൈ 9. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 9. ഈ നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? പറഞ്ഞു, ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. ഇവിടെ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുമ്പം 8 + 1 9 കിട്ടുന്നുണ്ട്. അപ്പോൾ 8ഉം 1ഉം നമ്മൾ എടുക്കണ്ട. പിന്നെ 2 + 7 9 കിട്ടുന്നുണ്ട്. അതും നമുക്ക് വേണ്ട. പിന്നുള്ളത് എന്താ? 8 + 3 നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. 11 ഈസ് 11 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. നോക്കി, റിമൈൻഡർ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ക്ലിയർ? ഇനി അടുത്തത് 5 3 8 2 1 8. ഡിവിസിബിൾ ബൈ 9 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചെയ്ത് നോക്കുക? ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 8 9 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നോക്കി, 5 + 3 8 8 + 8 16 16 + 2 നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. 18 എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്ന സമയത്ത് 9ഓ 9ൻ്റെ മൾട്ടിപ്പിൾസോ വരുന്നുണ്ടെങ്കിൽ സമ്മിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്ന് പറയുന്നത് പക്ക 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. 9ൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്നു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കി.
3 എന്ന് പറയുന്നത് എന്താ? 3^1. ഇനി 9 എന്ന് പറയുന്നത് എന്താ? 3 സ്ക്വയർ അല്ലേ? ഇവിടെ എല്ലാം നമ്മൾ ഡിജിറ്റ് സം ആണ് നോക്കുന്നത്. ഇപ്പം അടുത്തത് എന്താ? 3 ക്യൂബ് എത്ര കിട്ടും? 27 കിട്ടും അല്ലേ? ഈ 27 എന്ന് പറയുന്നത് എന്താ? 3 ക്യൂബാണ്. സോ 27ൻ്റെ ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, അത് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി 81ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചെയ്യുക? 3^4 അല്ലേ? 81. സോ 81ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ സം എടുക്കുക, 81 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ? അടുത്തത് ഡിവിസിബിലിറ്റി ഓഫ് 5. ഡിവിസിബിലിറ്റി ഓഫ് 5 നമുക്കറിയാം, ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കുക, അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ എടുത്തു, 2 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ലാസ്റ്റത്തെ ഡിജിറ്റ് നമുക്കറിയാം, അതിൽ 5 വന്നാൽ പക്ക ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ബാക്കി 1 വന്നാൽ പറ്റില്ല, 2 വന്നാൽ പറ്റില്ല, 3 വന്നാൽ പറ്റില്ല, 4 വന്നാൽ പറ്റില്ല, 6 വന്നാൽ പറ്റില്ല, 7 വന്നാൽ പറ്റില്ല, 8 വന്നാൽ പറ്റില്ല, 9 വന്നാൽ പറ്റില്ല. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. നോക്കി 0. കാരണം എന്താ? 0നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് അവിടെ എന്താ കിട്ടുക? 0. അതിൻ്റെ അർത്ഥം എന്താ? റിമൈൻഡർ 0 അല്ലേ? ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല. 1 ഒന്ന് കടമെടുത്തേ, 10. 10നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, റിമൈൻഡർ അവിടെ എന്താ? 0. സോ 0 വന്നാലും പറ്റും, 5 വന്നാലും 5ൻ്റെ ഡിവിസിബിലിറ്റി പറ്റും, ബാക്കി ഒരു നമ്പറിലും പറ്റില്ല. 9 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 1 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 ഡിവിസിബിൾ പോസിബിൾ ആണ്. ക്ലിയർ? അപ്പോൾ 5ൻ്റെ അങ്ങനെയാണ്. സോ 5 എന്ന് പറയുന്നത് എന്താ? 5^1 ആണ്. അപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 25. 25 എന്ന് പറയുന്നത് എന്താ? 5 സ്ക്വയർ. സോ 25ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? നോക്കി 5ൻ്റെ എന്താ പറഞ്ഞേ? ലാസ്റ്റത്തെ 1 ഡിജിറ്റ് എടുക്കാന്ന് പറഞ്ഞു. 25ൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുത്ത് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നോക്കി 25ൻ്റെ ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുത്ത് നോക്കുക. 12. 25 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വാല്യൂ അല്ലേ? റിമൈൻഡർ അവിടെ എനിക്ക് എന്താ കിട്ടുന്നത്? 12. 19. സീറോസ് എടുത്ത് നോക്കി, സീറോസ് വന്നു. ഓക്കെ, 2 സീറോസ് വന്ന് ഞാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യുമ്പം എനിക്കവിടെ റിമൈൻഡർ 0. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 25. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കടമെടുത്ത് നോക്കുക. ഒന്ന് കടമെടുക്കുമ്പോൾ അയാൾ 100 ആയി. 100നെ 25 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിമൈൻഡർ എന്താ? 0. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 25. ഇനി 7625 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ക 1 ടൈപ്പ് പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. 7675. ഓക്കെ, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഞാൻ എടുത്തു. 75നെ എനിക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? കാരണം എന്താ? 25 × 3 ടൈംസ് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 25. ക്ലിയർ? 125 എങ്ങനെയാണ് ചെയ്യുക? 125 എന്ന് പറയുന്നത് എന്താ? 5 ക്യൂബ് അല്ലേ? സോ ലാസ്റ്റത്തെ എന്തെടുക്കുക? 3 ഡിജിറ്റ്സ് നിങ്ങൾ എടുക്കുക. 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. ക്ലിയർ? 10ൻ്റെ ഡിവിസിബിലിറ്റി നമുക്കറിയാം എന്താ? ലാസ്റ്റത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, എന്നാലല്ലേ? ഓക്കെ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 0യിൽ പക്കയായിട്ട് വെട്ടിപ്പോവുക. ഓക്കെ, ഇനി അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കടമെടുക്കുക. 10നെ 10 കൊണ്ട് പോകുന്നുണ്ട്, റിമൈൻഡർ എന്താ? 0. ഇനി 10നെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്ന്, 10^1 ലാസ്റ്റത്തെ ഡിജിറ്റ് 0 ആയിരിക്കണം. ഇനി 10 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 100. 100ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെയ്യുക? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, എന്നാലല്ലേ വെട്ടിപ്പോവുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്കയായിട്ട്. ഓക്കെ, അപ്പോൾ 10 ക്യൂബ് 1000. 1000ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ? ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എന്തായിരിക്കണം? 0s ആയിരിക്കണം, അല്ലാതെ എന്ത് നമ്പർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അച്ഛാ 6.
ഇനി നമ്മൾ 6ൻ്റെ ഡിവിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യുക. 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പം നമുക്കറിയാം 6നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫാക്ടറൈസ് ചെയ്യാം. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഫാക്ടറൈസ് നോക്കാം. 6നെ ഞാൻ ഫാക്ടർ ചെയ്യുന്ന സമയത്ത് നോക്കി 2 6ൽ എത്ര ടൈംസ് പോവും? 2 പോവും അല്ലേ? 2 6ൽ എത്ര ടൈംസ് പോവും? 3 ടൈംസ് പോവും. ഓക്കെ. 3ൽ 3 എത്ര ടൈംസ് പോവും? 1 ടൈം പോവും. ഓക്കെ. സോ 6 എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു 3. ഈ 6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ആണ്. ഇതിൽ നോക്കി, ഇതിൽ ഇവർ തമ്മിൽ ബന്ധം എന്താ? കോപ്രൈം എന്ന് പറയും. കാരണം എന്താ? ഇവർ തമ്മിൽ വേറൊരു കോമൺ ഫാക്ടർ ഇല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 3യും 2വും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 6ഉം 2വും പറയുക. ഇവിടെ നോക്കി 6ലും 2ലും കോമൺ ആയിട്ട് വേറെ ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? 2 കോമൺ ആണ് ഇവർ രണ്ടിലും. കാരണം എന്താ? 2 കൊണ്ട് എനിക്ക് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതുപോലെ എന്തെങ്കിലും വേറെ വാല്യൂസ് ഉണ്ടോ ഇതിൽ? 1 ഉണ്ടെന്ന് നമുക്ക് പറയാം. 1 അല്ലാതെ വേറെ വല്ല വാല്യൂസും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് കോപ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ പരസ്പരം എന്താ പറയുന്നത്? 1 അല്ലാതെ വേറൊരു നമ്പർ കൊണ്ടും എനിക്ക് അവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഈ 3യും 2 എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 3യും 2 എന്ന് പറയുന്നത് കോപ്രൈമാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ആ നമ്പേഴ്സ് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ 6ൻ്റെ ഡിവിസിബിലിറ്റി നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അവരെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് കോപ്രൈം എന്നുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ വാല്യൂസ് കൊണ്ട് അതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. സോ 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ചെക്ക് ചെയ്യുക. അതുപോലെ 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. ഈ രണ്ട് കാര്യവും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിവിസിബിൾ ആണോ, 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് വാല്യൂസിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടി. നോക്കി, തന്നിരിക്കുന്നതിൽ നമ്മൾ ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്ത് നോക്കുന്നു. കാരണം എന്താ? 2ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ത് ചെയ്യണം? എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ 4 6 2 ഓഹോ, എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 3ൻ്റെ നോക്കുക. 3 എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഡിവിസിബിൾ ആണോ നോക്കുക. ഞാൻ പറഞ്ഞു 3ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? അവരുടെ ഡിജിറ്റ് സം എന്തായിരിക്കണം? ഡിജിറ്റ് സം എടുക്കുന്ന സമയത്ത് 3യോ 3ൻ്റെ മൾട്ടിപ്പിൾസോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാം. കാരണം എന്താ? അവരെല്ലാം 3 കൊണ്ട് പക്കയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവരുടെ സം എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നോക്കി, 3 2 + 7 9 5 + 4 9. സോ ദിസ് ഈസ് ഡിവിസിബിൾ. കാരണം എന്താ? 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. ഡിവിസിബിൾ ബൈ 3 ആണ്. മതി. ഇത് നോക്കി, 1 + 5 6 കിട്ടുന്നുണ്ട്. അവരെടുക്കണ്ട. 6ഉം എടുക്കണ്ട. 4 + 7 എത്ര കിട്ടി? 11. 11 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. റിമൈൻഡർ അവിടെ എന്ത് വരും? 2 വരും. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഇവരെ നോക്കി, എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 3യോ 3യുടെ മൾട്ടിപ്പിൾസോ ഉണ്ടെങ്കിൽ എടുക്കണ്ട. 3 6 നോക്കി, 7 + 2 9 വരുന്നുണ്ട്. അതും എടുക്കണ്ട. ബാക്കി എന്താ? 4. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. റിമൈൻഡർ 1 കിട്ടിയ അതിൻ്റെ അർത്ഥം എന്താ? നോട്ട് അറ്റ് ഓൾ ഡിവിസിബിൾ. അത് ഡിവിസിബിൾ അല്ല. ഇത് നോക്കി, 3 7 1 1 സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് 9 കിട്ടുന്നുണ്ട് അല്ലേ? എടുക്കണ്ട. പിന്നെന്താ? 8 + 2 എത്ര കിട്ടും? 10. 10ൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 1 + 0 1. 1 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 അല്ലേ? ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. ക്ലിയർ ആണോ? സോ 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാളുടെ നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കും. 2ൻ്റെയും പറ്റുന്നുണ്ടോ എന്ന് നോക്കും, 3ൻ്റെയും പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഇത് രണ്ടും വന്നാൽ മാത്രമേ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഇദ്ദേഹമാണ്. ക്ലിയർ? ഇനി 12ൻ്റെ ഡിവിസിബിലിറ്റി. 12ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം 12നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു. 12ൽ 2 എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. ഇനി 6ൽ 2 എത്ര ടൈംസ് പോവും? 3 ടൈംസ് പോവും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെ കോപ്രൈം നമ്പേഴ്സായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ 2ഉം 6ഉം കൊടുക്കാം അല്ലേ? 2 × 6 2 × 6 നമുക്ക് എന്ത് കിട്ടും?
12 കിട്ടുന്നുണ്ട്, അങ്ങനെ എടുക്കാം. പക്ഷെ പ്രശ്നമുണ്ട്, എന്താ, ഇവരിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിടെ അടുത്തുള്ള ഓപ്ഷൻ നോക്കി, ഈ 2 × 2 4 അല്ലേ, 4 × 3, ഈ 4 × 3 എന്ന് പറയുന്നത് 12 ആണല്ലോ. ഇവരുടെ പ്രത്യേകത എന്താ, ഇവരിൽ കോമൺ ആയിട്ട് വേറെ വല്ല ആളും ഉണ്ടോ? ഇല്ല, ഒന്നൊഴികെ വേറൊരാളുമില്ല. സോ നമുക്ക് എന്ത് നോക്കിയാൽ മതി, 4ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ചൂസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഫാക്ടറൈസ് സമയത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കുക, നോക്കി ഇവിടെ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 2-നെയൊക്കെ ഒരുമിച്ച് ചേർത്തുക, 3-നെ മാറ്റി ചേർത്തുക, എന്നിട്ട് അവരുടെ മൾട്ടിപ്പിൾസ് എടുക്കുക. 2 × 2 4 3. ഓക്കെ, ഇവിടെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം 3 ആണ്. ദേ ആർ കോപ്രൈം ടു ഈച്ച് അതർ. സോ 4ൻ്റെയും 3ൻ്റെയും എന്ത് ചെയ്ത് നോക്കിയാൽ മതി, 4ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ? നമുക്ക് മനസ്സിലായി 4ൻ്റെയും 3ൻ്റെയും ആണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. 4ൻ്റെ ഡിവിസിബിലിറ്റിയിൽ പറയുന്നത് എന്താ, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. സോ 4ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പം ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. 0 6 ഡിവിസിബിൾ ആണോ 4-ൽ? അല്ല, 6-നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ. നോക്കി 74 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം 4 കൊണ്ട്. നോക്കി 74-ൽ 2 എത്ര ടൈംസ് പോവും, 37. ഇത് 4-ൽ 2 ടൈംസ്, 2 37-ൽ പോകുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. ഇനി ആ ലാസ്റ്റ് താളെ നോക്കി 24-നെ 4 കൊണ്ട് നമുക്ക് അറിയാം ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ആരെ ചെക്ക് ചെയ്ത് നോക്കണ്ടേ, 3-നെ. 4ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്യും, 3ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിൽ 4ൻ്റെ ഡിവിസിബിൾ ആയിട്ടുള്ള ഇയാൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. 3 ഇതിൽ എത്ര ടൈംസ് പോവും നോക്കാം. 3ൻ്റെ ഡിവിസിബിലിറ്റി 3 എടുക്കണ്ട, 2 4 6 ആണ് എടുക്കണ്ട. 4 7 നമുക്ക് എത്ര കിട്ടും, 11 കിട്ടും. 11-ലെ 3 ഡിവിസിബിൾ ആണോ? അല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതും പറ്റില്ല. ക്ലിയർ? സോ 12ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് നോക്കുക. നമുക്ക് മനസ്സിലായി 4ഉം 3ഉം ആണ്. 4ൻ്റെ ഡിവിസിബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യണം, 3ൻ്റെ ഡിവിസിബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമേ എന്താ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 15ൻ്റെ ഡിവിസിബിലിറ്റി ഞാൻ പറഞ്ഞു 15 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൽ 3 പോകുന്നുണ്ട് 5 ടൈംസ്, 5-ൽ 5 1 ടൈം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എളുപ്പമാണ്, 3 ഉള്ളൂ 5 ഉള്ളൂ. അപ്പം ഡിവിസിബിലിറ്റി ഓഫ് എന്ത് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്കറിയാം 15 എന്ന് പറയുന്നത് എന്താ, 3 × 5 ആണ്. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. സോ എളുപ്പമായി. ഇവരെന്താ കോപ്രൈം ടു ഈച്ച് അതർ. ഇവരിൽ കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു നമ്പർ ഇല്ല. അപ്പോൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ലാസ്റ്റത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇത് 5 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇത് 5 കൊണ്ട് പറ്റില്ല, ഇത് 5 കൊണ്ട് പറ്റില്ല, ഇത് 5 കൊണ്ട് പറ്റില്ല. ഇവിടെ നോക്കി, ഇവനെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇവനെ എനിക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 2 നമ്പറിൻ്റെയും 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. നോക്കി, ഞാൻ പറഞ്ഞു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നുണ്ടെങ്കിൽ എടുക്കണ്ട. 7 + 2 9 കിട്ടുന്നുണ്ട്, അതും നോക്കണ്ട. 5-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും, 2. 5-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ. നോക്കി ഇത് നോക്കാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 8 + 2 10. 10-നെ 3 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 15. ക്ലിയർ ആയോ? ചെക്ക് ചെയ്യുന്നത് 2 റൂളും, 3ൻ്റെ റൂളും സാറ്റിസ്ഫൈ ചെയ്യണം, 5ൻ്റെ റൂളും സാറ്റിസ്ഫൈ ചെയ്യണം. 5ൻ്റെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ 2 കേസ് വന്നു. അങ്ങനത്തെ 2 കേസ് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കുക. 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തപ്പം 2ഉം എന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 2ഉം എന്തല്ല 15 കൊണ്ട് ഡിവിസിബിൾ അല്ല. ക്ലിയർ അല്ലേ? 18. അടുത്തത് 18ൻ്റെ ഡിവിസിബിലിറ്റി. 18ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക?
അതിനെന്ത് ചെയ്യുക, ആദ്യം 18 എടുക്കുക. 2 9 ടൈംസ് പോകുന്നുണ്ട്. 3 ഇതിൽ എത്ര ടൈംസ് പോകുന്നുണ്ട്, 3 ടൈംസ്. 3 1. നോക്കി 18 കിട്ടണമെങ്കിൽ എനിക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ 2 × 3 6 × 3 എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താ, ഞാൻ പറഞ്ഞു 3ൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, 2ൻ്റെ വേറെ ഗ്രൂപ്പ് ആക്കുന്നു. സോ 2 × 3 × 3 9. ഇങ്ങനെ എടുത്താലുള്ള മെച്ചം എന്ന് പറയുന്നത് എന്താ, ഇതിൽ വല്ല ഫാക്ടേഴ്സ് ഉണ്ടോ, ഒന്നല്ലാതെ ഇല്ല. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താ, ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, 3 രണ്ടിലും ഡിവിസിബിൾ അല്ലേ. 3നെ കൊണ്ട് എനിക്ക് ഇവിടെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമൺ ആയിട്ട് 1 അല്ലാതെ 3യും കൂടി അവിടെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. പിന്നെ എന്ത് മാത്രമേ പോസിബിൾ ഉള്ളൂ, 2 9 മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 18ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെടുക്കുക, 2 9 എടുക്കുക. അച്ഛാ 2ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നുണ്ട്, ഇതും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അച്ഛാ, ഇവിടെ നോക്കി 9ൻ്റെ ഡിവിസിബിലിറ്റി സം എന്ത് ചെയ്യാൻ പറ്റണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നോക്കി 7 + 2 9 വരുന്നുണ്ട്, എടുക്കണ്ട. 3 + 4 4 കിട്ടും റിമൈൻഡർ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ഇതാണല്ലേ 9ൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. 5 + 8 13. ഈ 13 എന്ന് പറയുന്നത് 1 3 ആണല്ലോ. സം എടുത്ത് കഴിയുമ്പോൾ എന്തായി, 4 കിട്ടും. സോ 4 + 6 10 വരും. 10 എന്ന് പറയുന്നത് എന്താ, 1 + 0 1 1 + 9 സോറി 1 + 8 1 + 8 എന്താ 9, ഡിവിസിബിൾ ബൈ 9. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഡിജിറ്റ്സിൻ്റെ സം എടുക്കുമ്പം എന്ത് ചെയ്യുക, സം എടുക്കുന്ന സമയത്ത് അത് 2 ഡിജിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ ഡിജിറ്റിലേക്ക് നമുക്ക് മാറ്റാനുള്ള അനുവാദം അവർ തന്നിട്ടുണ്ട്. 5 + 8 13 13 എന്ന് പറയുന്നത് 1 3 അല്ലേ. സം ചെയ്യുമ്പോൾ എന്താ 4 4 + 6 എത്ര കിട്ടും, 10 കിട്ടും. 10 എന്ന് പറയുന്നത് എന്താ 2 ഡിജിറ്റായി. 1 + 0 1 1 + 8 9 9 is divisible by 9. ക്ലിയർ? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെറുതാക്കാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആഡ് ചെയ്ത് പോകുന്ന സമയത്ത് വലിയ വലിയ നമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൂട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ട് കാണിച്ചെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ എന്ത് ചെയ്യുക, 2 ഡിജിറ്റ് ആകുമ്പം അതിന് സിംഗിൾ ഡിജിറ്റിലേക്ക് ആക്കി സമം നോക്കുക. ക്ലിയർ? അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞേ 24ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക, പറ. ഫാക്ടറൈസ് ചെയ്യുക. ഗുഡ്. 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പം 2 ഇതിൽ എത്ര ടൈംസ് പോവും, 12 ടൈംസ്. 12 2 6 ടൈംസ്. ഇനി 3 ഇതിൽ 2 ടൈംസ്. ഞാൻ പറഞ്ഞു 2ൻ്റെ ഒരു സെറ്റാക്കുക, 3നെ മാറ്റി നിർത്തുക. ഓക്കെ, 2 × 2 4 4 × 2 8 × 3 ആണല്ലോ ഈ 24. ഇവർ കോപ്രൈം 2 ഈച്ച് തരാണല്ലോ. ഇവരുടെ ഫാക്ടർ എന്താ, 1 അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായി, 8ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്ത് നോക്കുക, 3ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്ത് നോക്കുക. 8ൻ്റെ ഡിവിസിബിലിറ്റി എന്താ പറയുന്നത് മക്കളെ, മറന്നുപോയാ, ഇപ്പോഴല്ലേ പഠിച്ചത്, സോറി ഞാനും വിട്ടുപോയി. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്, 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ 2⁻3 ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എടുക്കുക, 3 ഡിജിറ്റ് എടുക്കുക. ഓക്കെ, 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഈ 047 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട, അതിന് പകരം 3 എടുക്കാം നമുക്ക്. ഓക്കെ, 5 + 4 9 2 + 4 6. ഓക്കെ, അത് പോസിബിളാണ്. 3ൻ്റെ പോസിബിളാണ്. ഇതിനെ നമ്മൾ 3 കൊണ്ട് നമ്മൾ നോക്കി സക്സസ് ആവുന്നുണ്ട്. 8 കൊണ്ട് നോക്കാം നമുക്ക്. 8 കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ എന്ത് ചെയ്യുക, 3 ഡിജിറ്റ്സ് എടുക്കുക അല്ലേ. കാരണം എന്താ, 8 എന്ന് പറയുന്നത് 2⁻3 ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചെറിയ വാല്യൂസ് എടുത്ത് ഡിവിസിബിൾ ആണോ നോക്കുക. നമുക്കറിയാം 2 8ൽ എത്ര ടൈംസ് പോവും, 4 ടൈംസ് പോവും. ഇതിൽ എത്ര ടൈംസ് പോവും നോക്കി, 5ൽ 2 ടൈംസ് പോവും. ബാക്കി എന്ത് വരും,
4 വരെ ഉള്ളൂ, ഒന്ന് റിമൈൻഡർ ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് കടം കൊടുത്തു. 14ൽ 7 എത്ര ടൈംസ് പോവും? 14ൽ 2 7 ടൈംസ് പോവും. ഇനി 4ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. ഇനി നോക്കി 4ൽ 2 ടൈംസ് പോവും. ഇതിൽ എത്ര ടൈംസ് പോവും? 2ൽ 1 ടൈം പോവും. 7ൽ 3 ടൈംസ് പോവും. ബാക്കി നമുക്ക് അവിടെ റിമൈൻഡർ 1 വരുന്നുണ്ട്, അതിപ്പുറത്തോട്ട് കൊടുത്തു. സോ 12ൽ 6 ടൈംസ്. 2 ഇതിൽ 1 ടൈം. 2 ഇതിൽ എത്ര ടൈംസ് പോവും? 13ൽ 6 ടൈംസ്. 1 കടം കൊടുത്തു. 16ൽ എത്ര ടൈംസ് പോവും? 8. 68 കിട്ടി. നോക്കി, എനിക്കിത് പക്ക ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ എനിക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ചെറിയൊരു റീക്യാപ്പ് പോലെ പറയാം. ഓക്കെ, 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എന്താക്കി? 2ഉം 3യും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ? 2ഉം 3യും എന്താ? കോപ്രൈം ടു ഈച്ച് അതറാണ്. ഇനി നോക്കി, 6 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 36 അല്ലേ? നമുക്ക് 36നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇതിൽ 3 എത്ര ടൈംസ് പോവും? 1. ഇതിൽ 2 12 ടൈംസ് പോവും. 3 ഇതിൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. ഇനി 4ൽ 2 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. ഇവിടെ നോക്കി, 3 × 3 9. ഇവിടെ എന്തായി? 4 ആയല്ലേ? സോ 36ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എടുത്തേ? 4ഉം 9ഉം എടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് 2ഉം 3യും 6ൻ്റെ സ്ക്വയർ 36ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുത്തത്? അതാത് നമ്പറിൻ്റെ സ്ക്വയേഴ്സ്. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 എടുത്തു. ക്ലിയർ? മനസ്സിലായോ? ഇനി 6 കഴിഞ്ഞിട്ട് നമ്മൾ എന്തിൻ്റെ നോക്കി? 12ൻ്റെ നോക്കി. 12ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? സാർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. കാരണം എന്താ? ഇതിന് ഞാൻ ഫാക്ടറൈസ് നോക്കുന്നു, അതിൽ കോപ്രൈമായിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് എന്താ എടുത്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ 18 നോക്കി. 18 നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുത്തത്? 9ൻ്റെയും 2ൻ്റെയൊക്കെ നോക്കി. ഇനി 24ൻ്റെ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് 8 ആയിരിക്കണം, ഒന്ന് എന്തായിരിക്കണം? 3 ആയിരിക്കണം. ക്ലിയർ? ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കുക? നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ അറിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്നെങ്കിൽ 2 വാല്യൂസ് വരുന്നുണ്ട്, അതായത് 4, 2, 3. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ദേ ആർ കോപ്രൈം ടു ഈച്ച് അതർ. അവർ പരസ്പരം എന്തില്ല? വേറെ ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെ വരുന്ന വാല്യൂസ് വന്നാൽ ആ വാല്യൂസിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഡിവിസിബിലിറ്റി മാത്രം എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അവർ കോപ്രൈം അല്ല എങ്കിൽ ആ വാല്യൂസ് എടുക്കരുത്, ഡിവിസിബിലിറ്റി റൂൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. ക്ലിയർ? ഇനി ഡിവിസിബിലിറ്റി ഓഫ് 11. ഈ ഡിവിസിബിലിറ്റി ഓഫ് 11 ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? അവരുടെ സം എടുക്കുക, അതായത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ എന്തായിരിക്കും എന്നറിയോ? റിമൈൻഡർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കി, 1 + 2 3. ഇവിടെ 2 + 1 3. ഇവരുടെ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0 ആണല്ലേ? അതായത് അവരുടെ റിമൈൻഡർ എന്താ? 0. ഇവിടെ നോക്കി, 1 + 2 3. 1 + 1 2. സോ 3ൻ്റെയും 2ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1. സോ അവരുടെ റിമൈൻഡർ 1. നോട്ട് ഡിവിസിബിൾ. ഇവിടെ എന്ത് ചെയ്യുക? ആൾട്ടർനേറ്റ് വാല്യൂസ്. 5 + 6 11. 11 + 5 എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, 16. ഇവിടെ 3 + 2 5. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11. 11 വരുന്നുണ്ട്. സോ എൻ്റെ റിമൈൻഡർ എന്താ ഇവിടെ? 11. 11 റിമൈൻഡർ വന്നു. എനിക്ക് 11നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ വീണ്ടും? പറ്റുന്നുണ്ട്. 1 ടൈം പോകുന്നുണ്ട്. സോ ദിസ് ഈസ് ഡിവിസിബിൾ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ റിമൈൻഡർ ആയിട്ട് നമുക്കിപ്പോൾ 11 കിട്ടി. ചിലപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഓരോ സമയത്ത് റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. അത്രേ നമ്മളിവിടെയും ചെയ്യുന്നുള്ളൂ. എനിക്ക് 11 വന്നു, 11 കൊണ്ട് ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് റിമൈൻഡർ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താക്കുക? ചുരുക്കുക. ആ സമയത്ത് എനിക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത്? ഇവിടെ റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, 5 1 8. 5 + 1
6 plus 8 14, 3 plus 0 3. ഇപ്പോൾ ഡിഫറൻസ് നോക്കിയേ, എത്ര കിട്ടി? 11 കിട്ടുന്നുണ്ട്. സോ എൻ്റെ റിമൈൻഡർ എന്താ? 11. റിമൈൻഡർ 11 വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ആ 11നെ വീണ്ടും എനിക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുന്നുണ്ട് അല്ലേ? റിമൈൻഡർ അപ്പം എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 11. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 7, 13, 17, 19 ഇങ്ങനെയുള്ളതിൻ്റെ ഡിവിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓസ്കുലേറ്റർ എന്ന് പറയും, അല്ലെ വെസ്താനാസ് എന്ന് പറയും. വേദിക് മാത്സിൽ വെസ്താനാസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ ബേസ് ആയിട്ട് 10 എടുക്കുവാണ്. ഓക്കെ, ഞാൻ ചുമ്മാ എടുക്കുവാണ്. ഇനി നമുക്കറിയാം 10ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എന്താ? 10 into 2 എന്ന് പറയുന്നത് എന്താ? 20 അല്ലേ? 10 into 1 എന്ന് പറയുന്നത് 10 ആണ്. 10 into 2 എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ 10 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 30. 10 into 4 എന്ന് പറയുന്നത് 40. 5 എന്ന് പറയുന്നത് 50. ഇതിങ്ങനെ പോലെ മൾട്ടിപ്പിൾസ് ഓഫ് 10. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു 20 എന്ന് പറയുന്നത് എന്താ? 10ൻ്റെ 2 ടൈംസ്. 30 എന്ന് പറയുന്നത് എന്താ? 10ൻ്റെ 3 ടൈംസ്. 40 എന്ന് പറയുന്നത് 10ൻ്റെ 4 ടൈംസ്. 50 എന്ന് പറയുന്നത് 10ൻ്റെ 5 ടൈംസ്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി ഓസ്കിലേറ്റേഴ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് ഇപ്പം 59 അതുപോലെ 51 ഞാൻ എടുക്കുവാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? 1 9ലും 1 എത്രയിലുമാണ്? 1ലും. ഇങ്ങനെ ഏത് ഡിജിറ്റ്സ് ലാസ്റ്റ് 9ലാണോ 1ലാണോ ഡിജിറ്റ്സ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഓസ്കിലേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടെ നോക്കി, നമുക്കറിയാം 59 അല്ലേ? ഈ 59ൻ്റെ ഒപ്പം എന്ത് 1 ആഡ് ചെയ്താൽ എത്രയാവും? 60 ആവും അല്ലേ? 60യുടെ പ്രത്യേകത എന്താ? 6 times 10 അല്ലേ? അതുപോലെ ഈ 51, ആ 51ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രയായി? 50 ആയില്ലേ? 50 എന്ന് പറയുന്നത് എന്താ? 5 times of 10 അല്ലേ? ഓക്കെ, ഇവിടെ നോക്കി ഇതിൻ്റെ ഓക്കെ. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ 20 ഞാൻ പറഞ്ഞു 2 times ആണെന്ന് പറഞ്ഞു. 30 എന്ന് പറയുന്നത് 3 times ആണെന്ന് പറഞ്ഞു. 40 എന്ന് പറയുന്നത് 4 times ആണെന്നു. ഇതെല്ലാം വിളിക്കുന്ന പേരാണ്, ഇതിനെയാണ് വിളിക്കുന്നത് ഓസ്കുലേറ്റേഴ്സ് എന്ന്. ഓക്കെ, ഇതിനെ വിളിക്കുന്നതാണ് ഓസ്കുലേറ്റർ എന്നുള്ളത്. ഇനി ഓസ്കുലേറ്റർ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, 59 ഞാൻ പറഞ്ഞു 1 ആഡ് ചെയ്താലല്ലേ ഇത് 60 ആവുക. 1 ഞാൻ ആഡ് ചെയ്താലും 60 ആവുക. 1 ആഡ് ചെയ്യുന്നുണ്ട് 60 ആയി. ഈ 60 എന്ന് പറയുന്നത് ഇതിൻ്റെ ഓസ്കുലേറ്റർ എത്രയാണ്? 6 ആണല്ലേ? ഇനി ഈ ഓസ്കുലേറ്റർ ഇത് 60 ആകാൻ ഞാനിവിടെ 1 ആഡ് ചെയ്യേണ്ടി വന്നു. 1 ആഡ് ചെയ്യുന്നുണ്ട് ഇതെന്താ? പോസിറ്റീവ് ഓസ്കുലേറ്റർ. ഇനി ഇവിടെ നോക്കി, ഇവിടെ 1 ഞാൻ കുറച്ചാലാണ് ഇതെന്താവുക? 50 ആവുന്നത്. ഈ 50 എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്, അതായത് 5 times of 10 ആണ്. അങ്ങനെ ആകുന്നുണ്ട്. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓസ്കുലേറ്റർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓസ്കുലേറ്റർ എത്രയാണ്? 5 ആണല്ലേ? ഇനി ഇവിടെ നോക്കി 5 ഓസ്കുലേറ്റർ ആയി. ഇനി ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കി 1 മൈനസ് ചെയ്യുന്നതുകൊണ്ടാണ്, 1 കുറയ്ക്കുന്നത് കൊണ്ടാണ് എന്താകുന്നത്? 5 ആവുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? നെഗറ്റീവ് ഓസ്കുലേറ്റർ ആണ് ഇത്. ക്ലിയർ ആണോ? ഒരു 2 എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത്രയുള്ള പ്രിൻസിപ്പിൾ നമ്മൾ നോക്കേണ്ടത്, 1 കുറയ്ക്കുകയോ 1 കൂട്ടുകയോ ചെയ്യുമ്പോൾ എന്താണ് സിറ്റുവേഷൻ നോക്കുക. ആ സമയത്ത് മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ട് വാല്യൂസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത്ര നോക്കുക. ഇപ്പോൾ 1 ഞാൻ ആഡ് ചെയ്യുമ്പം അത് 50യോ 40യോ ആകുന്നുണ്ടെങ്കിൽ ആ 40യുടെ ഓസ്കുലേറ്റർ എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പോൾ 30 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓസ്കുലേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അത്രയേ ഉള്ളൂ. എത്ര ടൈംസ് ഓഫ് 10 എന്ന് നോക്കിയാൽ മതി. പിന്നെ നോക്കേണ്ടത്, ഞാൻ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഓസ്കുലേറ്റർ മൾട്ടിപ്പിൾ ഓഫ് 10 ആണെന്ന് നോക്കുക. ആഡ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഓസ്കുലേറ്റർ എന്ന് വിളിക്കുന്നു. ഇനി കുറയ്ക്കുമ്പോഴാണ് അത് മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ട് വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് പറയുന്നു? അതിനെ നെഗറ്റീവ് ഓസ്കുലേറ്റർ എന്ന്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പം 31 നോക്കി, എനിക്കറിയാം, ഞാൻ പറഞ്ഞു ഇവിടെ 1 കുറച്ചാലാണ് 30 ആവുക അല്ലേ? 1 ഞാൻ കുറയ്ക്കുമ്പോൾ 30 ആയി. ഈ 30ൻ്റെ ഓസ്കുലേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3. ഇനി 1 കുറച്ചത് കൊണ്ടാണ് ഇത് 30 ആയത്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ഓസ്കുലേറ്ററാണ് വിളിക്കുക? നെഗറ്റീവ് ഓസ്കുലേറ്റർ. കാരണം എന്താ? 1 കുറയ്ക്കുകയാണ്, നെഗറ്റീവ്. 1 കുറച്ചു, നെഗറ്റീവ് ഓസ്കുലേറ്റർ. ക്ലിയർ ആണോ?
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൺസെപ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ സെവൻ്റെ നമുക്ക് ഓസ്കിലേറ്റർ കാണണം. ഇത്രയും നമ്മൾ ചെയ്താൽ മതി. നമുക്കറിയാം സെവൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് 7 ആണ്, ഒന്ന് 14 ആണ്, ഒന്ന് 21, ഒന്ന് 28, ഒന്ന് 35, ഒന്ന് 42, ഒന്ന് 49, ഇങ്ങനെ പോകും അല്ലേ. ഇതിൽ നോക്കി ഈ 21ൻ്റെ പ്രത്യേകത നോക്കി. 21 എന്ന് പറയുന്നത് ഒന്ന് കുറച്ചാൽ എന്താവും, മൾട്ടിപ്പിൾ ഓഫ് 20 ആവില്ലേ. ഈ 49 എടുത്തു നോക്കി. 49ൻ്റെ പ്രത്യേകത എന്താ, ഒന്ന് കൂട്ടിയാൽ അതെന്താവും 50 ആവും അല്ലേ. അപ്പോൾ അവിടെയും എന്താ മൾട്ടിപ്പിൾസ് ഓഫ് 10 വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ഞാൻ എടുക്കുന്നു. ഈ 21 ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഒന്ന് കുറയ്ക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എന്തായി 20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓസ്കിലേറ്റർ 2. ഓസ്കിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൾട്ടിപ്പിൾ ഓഫ് 10 ആണ് ഈ ചോദിക്കുന്നത്, 2. ഇനി ഞാൻ പറഞ്ഞ ഒന്ന് കുറച്ചത് കൊണ്ടായതുകൊണ്ട് ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് ഓസ്കുലേറ്റർ. ഈ നെഗറ്റീവ് ഓസ്കുലേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഡിവിസിബിലിറ്റി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് 3 ഡിജിറ്റാണ് അല്ലേ, ഇത് 5 ഡിജിറ്റാണ്. നമ്മൾ ഓരോ വട്ടം ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ച് ഈ വാല്യൂ എന്താക്കും, 5 ഡിജിറ്റ് ആയിരുന്നത് 4 ഡിജിറ്റ് ആവും, പിന്നെ അത് 3 ഡിജിറ്റ് ആവും, പിന്നെ അത് 2 ഡിജിറ്റ് ആവും. അങ്ങനെ നമ്മൾ നോക്കും, ഡിജിറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കുറച്ചുകൊണ്ട് വരും. അപ്പോൾ ഡിജിറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക, അവസാനത്തെ ഡിജിറ്റിൽ നിന്നാണ് എപ്പോഴും നമ്മൾ തുടങ്ങുക അല്ലേ. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവസാനത്തിൽ നിന്നല്ലേ കുറച്ചുകൊണ്ട് വരിക. അതുപോലെ ഈ ഓസ്കിലേറ്റർ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവസാനത്തെ ഡിജിറ്റിൽ നിന്നായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം 1, 1, 2 ഇതിപ്പോൾ 3 ഡിജിറ്റ് ആണല്ലോ. ഇനി കണ്ടോ കേട്ടോ, ഈ അവസാനത്തെ ഡിജിറ്റ് ഞാൻ മാറ്റി ഓർത്തുവാണ്. അപ്പോൾ ബാക്കി എന്തുണ്ട്, 11. അവസാനത്തെ ഡിജിറ്റിന് ഞാൻ എങ്ങനെ ഒഴിവാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഓസ്കിലേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 എന്ത് കിട്ടും, 4 കിട്ടും. ഇനി നോക്കി, ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഓസ്കിലേറ്റർ ഒന്ന് കുറച്ചാലാണ് 20 ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 ഈ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യുക. നോക്കി 11 - 4 നമുക്ക് എന്ത് കിട്ടും, 7. ഇവിടെ നോക്കി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഡിവിസിബിൾ ആണ്. ഇത്ര നോക്കിയേ, 1, 1, 2 ആയിരുന്നത് എത്രയായി, 1, 1 ആയി. 3 ഡിജിറ്റ് ആയിരുന്നത് 2 ഡിജിറ്റായി. 2 ഡിജിറ്റ് എത്രയായി, ഒറ്റ ഡിജിറ്റായി. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ കുറച്ചുകൊണ്ട് വരുന്നത്. നോക്കി, ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനത്തെ ഡിജിറ്റ് ഞാൻ എന്ത് ചെയ്യും, ഒഴിവാക്കും. ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ 7 ഞാൻ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. 2 × 7 എത്രയാ, 14 കിട്ടും. സോ 14 ഞാനിവിടെ എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യും. കാരണം എന്താ, നെഗറ്റീവ് ഓസ്കിലേറ്റർ ആയതുകൊണ്ട്. 21 ഒന്ന് കുറച്ചാലേ എന്താവുള്ളൂ, 20 ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ മൈനസ് എടുക്കുന്നത്. ഇനി ഒന്ന് മൈനസ് ചെയ്തേ, 8 - 4 നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും അല്ലേ. 6 - 1 എത്രയാ, 5. ബാക്കിയുള്ളവരെ ഇറക്കി എഴുതുക, 6, 4, 5, 4. ഇനി വീണ്ടും ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ എന്ത് ചെയ്യും, ഒഴിവാക്കും. ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എൻ്റെ ഓസ്കിലേറ്റർ എത്രയാ, 2. 2 × 4 എത്ര, 8. സോ ഇവനെ ഞാൻ ഒഴിവാക്കിയത് എങ്ങനെയാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. മൈനസ് നെഗറ്റീവ് ഓസ്കിലേറ്റർ ആയത്. നോക്കി 15 - 8 നമുക്ക് എത്ര കിട്ടും, 7 കിട്ടും അല്ലേ. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും, 63. വീണ്ടും നമുക്ക് ഇതുകൊണ്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഡിവിസിബിൾ ആണോ അല്ലോ എന്നുള്ളത്. വീണ്ടും അവസാനത്തെ ഡിജിറ്റിന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. 2 × 7 എത്രയാ, 14. വീണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ്. നോക്കി 63 - 14, 13 - 4 നമുക്ക് എത്ര കിട്ടും, 9. ബാക്കി ഇവിടെ എത്ര, 5. 5 - 1, 4. 49. നോക്കി 49 ഡിവിസിബിൾ ബൈ 7. സോ ഈ നമ്പർ എന്താ, ഡിവിസിബിൾ ബൈ 7. ക്ലിയർ ആയോ. ഇനി നമുക്ക് 14ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം. 14ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെയ്യുക, ഞാൻ പറഞ്ഞു എന്ത് ചെയ്ത് നോക്കുക, ഫാക്ടറൈസ് ചെയ്ത് നോക്കുക 14. നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് അല്ല എന്നുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കൺസെപ്റ്റ് അവിടെ തിരിയുന്നില്ല, ഇത് എന്താണ് എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് നോക്കുക. 2 14 എത്ര ടൈംസും 7. നോക്കി 2 7 കിട്ടിയല്ലേ. ഈ 2 7 എന്താ, കോപ്രൈം ടു ഈച്ച് അതർ. ഇവരിൽ കോമൺ ആയിട്ട് വല്ല ഫാക്ടേഴ്സും ഉണ്ടോ, ഇല്ല. 1 മാത്രമേ ഉള്ളൂ അല്ലേ. 1നെ കൊണ്ട് മാത്രമല്ല എനിക്ക് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്കയായിട്ട് ഡിവൈഡ് ചെയ്ത് പോയില്ല. അപ്പം ദേ ആർ കോപ്രൈം ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഈ 2ൻ്റെയും 7ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കുക, 2നെ നോക്കുക. കാരണം എന്താ, 2ൻ്റെ ആകുമ്പോൾ ലാസ്റ്റത്തെ ഡേറ്റ് മാത്രം എനിക്ക് നോക്കിയാൽ മതിയില്ലേ. നോക്കിയാൽ ലാസ്റ്റത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഇവിടെ 7. അപ്പോൾ ഇയാൾ 14 എന്താ, ഡിവിസിബിൾ അല്ല. ക്ലിയർ. ഇനി ഇത് നോക്കാം. ഇതെങ്ങനെ നോക്കുക, ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ ഡേറ്റ് നമുക്ക് ഒഴിവാക്കണം അല്ലേ.
ഇനി നമ്മളിവിടെ എന്തിൻ്റെ ചെക്ക് ചെയ്താൽ മതി? 7ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. എങ്ങനെ ചെക്ക് ചെയ്യുക? ലാസ്റ്റത്തെ ഡിജിറ്റ് ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഒഴിവാക്കും. ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം 7ൻ്റെ ഓസ്കുലേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? പറ. 2 അല്ലേ? 21 അല്ലേ കിട്ടിയേ? അപ്പം നമുക്ക് എന്താ 2. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. ഇനി 21 എന്ന് പറയുന്നത് ഒന്ന് കുറയ്ക്കണം, കുറച്ചാലേ 20 ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് എടുക്കുക. ഓക്കെ, കുറച്ച് കഴിയുമ്പം ഇത് 0, ഇതെന്ത് കിട്ടും? 14. 140 ഡിവിസിബിൾ ബൈ 14 ഡയറക്റ്റ് കിട്ടി. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 14. ക്ലിയർ? അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് നോക്കുക? നിങ്ങൾ ഇങ്ങനെ വലിയ ഫാക്ടറീസ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ ചെറിയ ആൾക്കാരുടെ നോക്കുക. ഇപ്പോൾ 2ൻ്റെ ആണെങ്കിൽ അവസാനത്തെ നോക്കിയാൽ മതി. 3ൻ്റെ ഒക്കെ ആണെങ്കിൽ മൊത്തം സം എടുക്കുക, 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക, എന്നിട്ട് വലിയ വലിയ ആൾക്കാരിലേക്ക് പോവുക. ക്ലിയർ? 13ൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്ത് നോക്കുന്നു? 13ൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. 13 കഴിഞ്ഞാൽ എത്രയാ? അടുത്തത് 26. പിന്നെ എത്രയാ? 39. പാപ്പാ കിട്ടി. നോക്കി, ഇതിൻ്റെ ഒപ്പം ഒന്ന് അടിയിൽ എന്തായി? 40 ആയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 10 എത്ര? 4 ടൈംസ്. സോ എനിക്ക് അവിടെ ഓസ്കുലേറ്റർ എന്ത് കിട്ടി? 4 കിട്ടി. ഇനി ഒന്ന് കൂട്ടിയാലാണ് എന്താവുക? 40 ആവുക. അപ്പോൾ ദിസ് ഈസ് നോൺ ടു ബി പോസിറ്റീവ് ഓസ്കുലേറ്റർ. നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കണ്ട, ഒന്ന് കൂട്ടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? അവസാനത്തെ ആളെ ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. നോക്കി, അവസാനത്തെ ആളെ ഞാൻ ഒഴിവാക്കുന്നു. എങ്ങനെ? ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. ഇവിടെ ഓസ്കുലേറ്റർ എത്രയാ? 4. 1 × 4 എത്രയാ? 4. ഇനി ഒന്ന് ആഡ് ചെയ്താൽ എത്രയാവാം? 40 ആവാം. അപ്പോൾ പ്ലസ് എടുക്കുക. നോക്കി, 3 + 4 എത്ര കിട്ടും? 7. ബാക്കി ഉള്ള ആൾ 247. ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ ആളെ വീണ്ടും ഞാൻ ഒഴിവാക്കുവാണ്. 7 × 4 എത്ര കിട്ടും? 28. പ്ലസ് ചെയ്യുക. 8 + 4 എത്ര കിട്ടും? 12. 1 52. 52 is divisible by 13 അല്ലേ? 4 ടൈംസ് വരും. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 13. ഇനി നോക്കാം. ഞാൻ പറഞ്ഞു അവസാനത്തെ ആൾ എടുക്കുക, ഒഴിവാക്കുക. അവസാനത്തെ ആൾ എങ്ങനെ ഒഴിവാക്കുക? എൻ്റെ ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ 1 × 4 4. ഇവിടെ ഒന്ന് കൂട്ടിയാലാണ് 40 ആവുന്നതുകൊണ്ട് എൻ്റെ ഓസ്കുലേറ്റർ എന്താ? പോസിറ്റീവ് ഓസ്കുലേറ്ററാണ്. ആഡ് ചെയ്ത് നോക്കി. 4 8 4 3. ഇനി വീണ്ടും എന്ത് ചെയ്യുക? അവസാനത്തെ ആളെ ഒഴിവാക്കുക. 4 × 4 എത്ര കിട്ടും? 16. അപ്പോൾ എത്രയാ? 54. സോറി, ഇതെത്ര കിട്ടും? 14 കിട്ടും. 1 ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. 1 + 1 2 2 + 4 6. ഇതെത്ര കിട്ടും? 3. വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് എന്ത് ചെയ്യുക? എൻ്റെ ഓസ്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 16 കിട്ടും. നമുക്ക് എത്ര കിട്ടും? 2 1 5 52. 52 എന്ന് പറയുന്നത് എന്താ? 13ൽ ഡിവിസിബിൾ ആണ്. ക്ലിയർ? എളുപ്പമല്ലേ ഇത്? സിമ്പിളാണ്. സിമ്പിളായിട്ട് കൺസെപ്റ്റ് ചെയ്യുക പഠിക്കുക. നിങ്ങൾ ഒന്നിൻ്റെ ഓസ്കുലേറ്റർ കാണാപ്പാടം പഠിക്കരുത്. എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന വാല്യൂസിന് ചുമ്മാ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. ഏതാണോ ഒന്ന് കൂട്ടിയാലോ ഒന്ന് കുറച്ചാലോ 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്. നേരത്തെ നമ്മൾ 7ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 49 കിട്ടിയല്ലേ? ഞാനത് പറഞ്ഞില്ല. 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്താവും? 50 ആവും. നിങ്ങൾക്ക് ഓസ്കുലേറ്റർ 5 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അവിടെ എന്തിട്ട് കൊടുത്താൽ മതി? പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് സബ്സ്ട്രാക്ഷൻ്റെ പരിപാടി വരില്ല. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. എളുപ്പമല്ല, എളുപ്പമാക്കി നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ചെയ്തു നോക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. 17ൻ്റെ ഡിവിസിബിലിറ്റി വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് നോക്കും? 17 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈം നമ്പർ. ഓക്കെ, നമ്മളപ്പോൾ എന്ത് നോക്കുന്നു? 17 34 പിന്നെ അടുത്ത് എന്താ? 51. നോക്കി, 51 എന്ന് പറയുന്നത് ഒന്ന് കുറച്ചാൽ എന്താവും? 50 ആവും. മൾട്ടിപ്പിൾ ഓഫ് 10. സോ എന്ത് ചെയ്യുക? എൻ്റെ ഓസ്കുലേറ്റർ എന്ന് പറയുന്നത് എന്താ? 50 ആണ് കിട്ടുന്നത്. 50 എന്ന് പറയുന്നത് 5 ടൈംസ്. സോ എൻ്റെ ഓസ്കുലേറ്റർ എത്രയാണ്? 5. അപ്പോൾ എൻ്റെ ഓസ്കുലേറ്റർ എത്രയാണ്? 5 ആണ്. സോ അവസാനത്തെ ആളെ ഞാൻ എങ്ങനെ ഒഴിവാക്കുക? 5 × 4 എത്ര കിട്ടും? 20. ഇനി ഒന്ന് കുറച്ചാലാണ് എന്താവുക? 50 ആവുക അല്ലേ? ഒന്ന് കുറച്ചാലല്ലേ എനിക്ക് 50 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, കുറയ്ക്കുക, സബ്സ്ട്രാക്ട്. നമ്മൾ നോക്കി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0. 9 - 2 എത്രയാ? 7. ദിസ് വിൽ ബി 170. 170 എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 17. സോ ദിസ് നമ്പർ ഈസ് ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 17 എന്ന് നമുക്ക് പറയാം. ഇനി നോക്കി അവസാനത്തെ ഡിജിറ്റ് നമ്മൾ എങ്ങനെ ഒഴിവാക്കുക? മൾട്ടിപ്ലൈ വിത്ത് മൈ ഓസ്കുലേറ്റർ.
സോ 5 ഇൻറ്റു 6 എത്രയാ 30. ഇനി എന്താ ചെയ്യുക, മൈനസ് എടുക്കുക. സോ 1 മൈനസ് 0 1, 7 മൈനസ് 3 4, ബാക്കിയുള്ള ആളെ ഇറക്കി എഴുതുക. 1 2 4 1. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും അവസാനത്തെ ആളെ നമ്മൾ ഒഴിവാക്കുന്ന എങ്ങനെ, ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 ഇൻറ്റു 1 5. വീണ്ടും എന്ത് ചെയ്യുക, സിൻസ് ഒന്ന് കുറച്ചാലാണ് കിട്ടുന്നതുകൊണ്ട് മൈനസ് എടുക്കുന്നു. സോ നോക്കി 14, ഇവിടെ ഞാൻ ഒന്ന് കടമേടിച്ചു. 14 മൈനസ് 5 എത്രയാ 9, ബാക്കി എത്രയുണ്ട് 1 1 1 1 9 കിട്ടിയല്ലേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾക്ക് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാ, 5 ഇൻറ്റു 9 എത്രയാ വരിക 45 അല്ലേ. സബ്സ്ട്രാക്ട് നോക്കി, ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും, ഇവിടെ മൈനസ് 34 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. നോക്കി 34 ഈസ് ഡിവിസിബിൾ ബൈ 17. ഇവിടെ മൈനസ് കിട്ടുന്നതുകൊണ്ട് നോക്കി, ഇവിടെ മൈനസ് നിങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എന്താ, നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ആളെ മാത്രമാണ്. വാല്യൂ എന്താണെന്ന് നോക്കുക, മൂല്യം എന്താണെന്ന് നോക്കുക. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ. ഇത്ര നോക്കി 34നെ എനിക്ക് 70 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ. ക്ലിയർ, ഗുഡ്. ഇത് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞേ, 19ന്റെ ഡിവിസിബിലിറ്റി എത്രയായിരിക്കും? ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. 19 നോക്കി, ഒന്ന് ആഡ് ചെയ്ത് 20 പക്ക. അപ്പോൾ എന്താ, എൻ്റെ ഓസ്കുലേറ്റർ 2, ഒന്ന് കൂട്ടിയാൽ 2 ആവുക. അപ്പോൾ എന്താ, പോസിറ്റീവ്. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഞാൻ ഒഴിവാക്കുന്ന എങ്ങനെ, ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 1 2. ഇനി എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടി, ഡയറക്റ്റ് കിട്ടിയല്ലേ. ഇത്രയും നോക്കണ്ട. നോക്കിയേ, ഈ 171 എന്ന് പറയുന്നത് എന്താ, 19 ഇൻറ്റു 9 ആണ് ഈ 171 എന്ന് പറയുന്നത്. ഇനി നോക്കി ഇത് നോക്കാം. ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ ഒഴിവാക്കുന്ന എങ്ങനെ, ഓസ്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ 2 1 ഇൻറ്റു 2 എത്ര കിട്ടും 2. ഇനി എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. നോക്കി 9 209. നോക്കി 90 ഇൻറ്റു 10 എന്ന് പറയുന്നത് എന്താ 190 ആണല്ലേ. പ്ലസ് 90 എന്ന് പറഞ്ഞാൽ എന്താ 209 അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് ഡിവിസിബിൾ ബൈ 19 ആണെന്ന്. ഇനി അല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. 19 ഒഴിവാക്കുക. 19 ഇൻറ്റു 2 18. ഒന്ന് കൂട്ടിയാലാണ് 19 എന്താവുക 20 ആവുക. സോ പ്ലസ് ഓക്കെ 38 ഡിവിസിബിൾ ബൈ 19 അല്ലേ, 2 ടൈംസ് ആണ്. ഇനി നോക്കാം, അവസാനത്തെ ആളെ ഞാൻ എങ്ങനെ ഒഴിവാക്കുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 2 4. സോ ദിസ് വിൽ ബി 7 പ്ലസ് 4 നമുക്ക് എന്ത് കിട്ടും 11. ഒന്ന് കൊടുത്തു. സോ 1 പ്ലസ് 9 10 കിട്ടും. വീണ്ടും ക്യാരി കൊടുത്തു, നമുക്ക് എന്താ 401 എന്ന് പറഞ്ഞു കിട്ടും. വീണ്ടും അവസാനത്തെ ആൾ നമ്മൾ എങ്ങനെ ഒഴിവാക്കുക, 1 ആണ്. 1നെ ഒഴിവാക്കുന്നത് 1 ഇൻറ്റു 2 2. സോ ദിസ് വിൽ ബി 42. ദിസ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 19. ക്ലിയർ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 20ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. 20 നിങ്ങൾ തന്നെ പറയാം എന്തായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് C20 എന്ന് പറയുന്നത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് അല്ലേ. ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ ചുമ്മാ ഫാക്ടറൈസ് നോക്കുക. 20 നമുക്കറിയാം, 20ൽ 2 പോകും അല്ലേ, 10 കിട്ടും. നമുക്ക് 2 ഇൻറ്റു 10 എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, 2നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 10നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കോമൺ ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 2ഉം 10ഉം എടുക്കാൻ പറ്റില്ല. വീണ്ടും ഞാൻ ഫാക്ടറൈസ് ചെയ്യുവാണ്. 2 ഇതിൽ 5 ടൈംസ് പോലെ നമുക്ക് എടുക്കാം. നോക്കി 4 ഇൻറ്റു 5 എടുത്തൂടെ. 4ലും 5ലും വല്ല കോമൺ ഫാക്ടർ ഉണ്ടോ 1 അല്ലാതെ? ഇല്ല. അപ്പോൾ 4ഉം 5ഉം ആണ് എൻ്റെ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി 5ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ ലാസ്റ്റത്തെ ഡിജിറ്റ് മാത്രം എന്ത് നോക്കിയാൽ മതി, 5 ആണോ നോക്കിയാൽ മതി, അല്ല 0 ആണോ നോക്കിയാൽ മതി. അല്ല ലാസ്റ്റത്തെ ഡിജിറ്റിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്ന് കടമെടുത്ത ഇതെന്താവും 10 ആവും. 10നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതും പറ്റുന്നുണ്ട്, പക്ഷെ ഇത് പറ്റുന്നില്ല. ഇനി 4ൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്തായിരിക്കണം, ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കണം, 4 ആയിരിക്കണം. 20നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദിസ് ഇസ് ഡിവിസിബിൾ. ഇതെന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ ദിസ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 20. ഇവിടെ നോക്കി, ഇവിടെ 4 5ൻ്റെ ഇത് ഒരുമിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പക്ക ഡിവിസിബിൾ ബൈ എന്താ
20. കാരണം എന്താ, 5ൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ലാസ്റ്റത്തെ ഡിജിറ്റ് 5ഓ 0 ആയിരിക്കണം അല്ലേ. നിങ്ങൾ നോക്കിയേ 5 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ്, അവിടെ 4ൻ്റെ പ്രിൻസിപ്പിൾ വർക്കൗട്ട് ആവില്ല. കാരണം എന്താ, 4 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് വരണമെങ്കിൽ എന്തിലേ പറ്റുള്ളൂ, ലാസ്റ്റത്തെ ഡിജിറ്റ് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 5ൻ്റെ പ്രിൻസിപ്പിൾ ലാസ്റ്റ് ഡിജിറ്റ് 5 ആവാൻ പറ്റില്ല, 0 തന്നെ. ഓക്കെ, അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ 20യുടെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, 4ൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4 ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പോൾ 4ന് എനിക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ചെയ്യണം, 5ൻ്റെയും കൂടി വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പക്ക ഡിവിസിബിൾ ബൈ 20. അപ്പോൾ ലാസ്റ്റത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. വേണമെങ്കിൽ ഓർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വെച്ച് ചെയ്താൽ മതി. സിമ്പിൾ. 21 ഇപ്പം നിങ്ങൾ പറയാം ഓസ്കിലേറ്റർ കൊണ്ട് ചെയ്യാം, കിട്ടും, ആൻസർ കിട്ടും. കാരണം എന്താ, 1 കൂടുതലല്ലേ അല്ലേ, ആ 1 കുറച്ചാൽ എനിക്ക് കിട്ടില്ലേ ഓസ്കിലേറ്റർ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 21 ഞാൻ ഫാക്ടറൈസ് ചെയ്യുകയാണ്. 21 എത്ര ടൈംസും 7. പക്ക നോക്കി 3ൻ്റെ 7ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ പോരെ. നോക്കി 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ എങ്ങനെയാ, സമ്മ് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ സമ്മ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. 9 പോയി. ഓക്കെ, 2 + 2 4 + 8 എത്ര കിട്ടും, 12 എന്ന് പറയുന്നത് എന്താ, വീണ്ടും ആഡ് ചെയ്യുക. 1 + 2 നമുക്ക് എന്ത് കിട്ടും, 3. സോ എൻ്റെ ഡിജിറ്റ് സം എത്രയാ, 3 ഈസ് ഡിവിസിബിൾ ബൈ 3. ഞാൻ പറഞ്ഞു സം എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അത് 2 ഡിജിറ്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ആ 2 ഡിജിറ്റ്സിനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ 3 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ 3ൻ്റെ ഡിവിസിബിലിറ്റി ഓക്കെ, നമുക്ക് ഇത് നോക്കാം. 6 3യും പോകുന്നുണ്ട്. കാരണം എന്താ, 6ൽ 3 ഡിവിസിബിൾ ആണ്, 3ലും പക്കയായിട്ട്. പിന്നെ എത്ര, 1 + 4 5 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. ഇനി ഇയാളെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇയാളെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാ, 7 വെച്ചിട്ട്. 7ൻ്റെ ഓസ്കിലേറ്റർ എന്താ പറയുന്നത്, ലാസ്റ്റത്തെ ഡിജിറ്റ് എടുക്കുക. അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്കറിയാം. 7ൻ്റെ ഓസ്കിലേറ്റർ എന്താ പറയുന്നത്, 7 14 21 28 35 49. നമുക്ക് ഈ പ്രാവശ്യം 49 വെച്ച് ചെയ്ത് നോക്കാം. നോക്കി 49 എന്ന് പറയുന്നത് എന്താ, 1 കൂട്ടിയാലാണ് 50 ആവുക അല്ലേ. സോ 49 വരുന്ന 1 കൂട്ടി ഞാൻ എന്താക്കി 50 എന്ന് പറയുമ്പോൾ എൻ്റെ ഓസ്കിലേറ്റർ എത്രയാ, 5. ഇനി 1 കൂട്ടുമ്പോഴാണ് ഇത് എന്താവുന്നത്, സോ പോസിറ്റീവ്. നോക്കി 9 × 5 എത്രയാ, 45. ഞാനിവിടെ എന്താ, 1 കൂട്ടുമ്പോഴാണ് 50 ആവുന്നതുകൊണ്ട് പ്ലസ് 8 + 5 നമുക്ക് എത്ര കിട്ടും, 13 കിട്ടും. ഞാൻ 1 കണം കൊടുത്തു. 1 + 2 3 + 4 7. ഇതെന്ത് കിട്ടി, 273. വീണ്ടും മനസ്സിലായില്ല, എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കുക. എങ്ങനെ ഓസ്കിലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 × 3 എത്ര കിട്ടും, 15. ആഡ് ചെയ്യുക, 7 + 5 12 1 ഇത് എത്ര കിട്ടും, 42 ഡിവിസിബിൾ അല്ലേ. സോ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 21. ക്ലിയർ ആണോ? ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താണെന്നറിയോ, 3ൻ്റെ 7ൻ്റെ ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചുരുക്കാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4 ഓപ്ഷൻ 2 എണ്ണമായിട്ട് ചുരുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ വെച്ച് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് 21ൻ്റെ ഓസ്കിലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ, നിങ്ങളെല്ലാ വാല്യൂസും പടിപടിയായിട്ട് വേണം ചെക്ക് ചെയ്ത് പോകാൻ. ഒന്നാമത്തെ നോക്കി, രണ്ടാമത്തെ നോക്കി, അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ചെറിയ വാല്യൂസിൻ്റെ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ക്ലിയർ? 22 ഫാക്ടറൈസ്, വീണ്ടും ഫാക്ടറൈസ് ചെയ്യുക. സോ 22 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 222ൽ 11 ടൈംസ് എന്ത് ചെയ്യുക, 11ൻ്റെയും 2ൻ്റെയും ഡിവിസിബിലിറ്റി നോക്കുക. അപ്പോൾ 2ൻ്റെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇവിടെ 1 ആയതുകൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 8 ആയതുകൊണ്ട് 2 4 ടൈംസ് പോകുന്നുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് നോക്കിയാൽ മതി, 11 കൊണ്ട് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇനി ഇതിന് രണ്ടിൻ്റെ എന്ത് മാത്രം നോക്കിയാൽ മതി, 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കിയാൽ മതി. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു സാർ ഇതിൻ്റെ സം എടുക്കാൻ, അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് 11ൻ്റെ ഓസ്കിലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അവിടെ ഓസ്കിലേറ്റർ എന്താ 11 വരുമ്പം ഒന്ന് കുറയ്ക്കണ്ടേ, ഒന്ന് കുറച്ചാൽ എന്താ 10 ആവും അല്ലേ.
ഒന്ന് കുറച്ച് എന്താവും 10 ആവും. സോ 10 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 1 അല്ലേ, അവിടെ എൻ്റെ ഓസ്കിലേറ്റർ 1 ആയിട്ട് എടുക്കാം. അതായത് അവസാനത്തെ ഡിജിറ്റിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 10 ആവുന്നുണ്ട്, ഒന്ന് കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുക, വേണം നമുക്ക് ഇങ്ങനെ എടുക്കാം. 8 × 1 എത്ര കിട്ടും? 8 കിട്ടും. മൈനസ് ചെയ്യാൻ കാരണം എന്താ, ഒന്ന് കുറച്ചാലാണ് 10 ആവുക. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. 17 - 8 നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. സോ ഇത് 7, ഇത് 4. വീണ്ടും അവസാനത്തെ ആളെ നമ്മളെങ്ങനെ ഒഴിവാക്കുക? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 × 1 9. മൈനസ് ചെയ്യുക. 17 - 9 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. 38. സോ 38 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. അതുകൊണ്ട് എന്താ, ദിസ് നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. ഇതിങ്ങനെ നിങ്ങൾക്ക് ഓസ്കിലേറ്റർ വെച്ച് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്താ, ഞാൻ പറഞ്ഞു, ആൾട്ടർനേറ്റീവ് വാല്യൂസിൻ്റെ സം എടുക്കുക, അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് റിമൈൻഡർ ആയിട്ടാണ് കിട്ടുക. ചിലപ്പോൾ ആ റിമൈൻഡർ മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല വലിയ വാല്യൂസ് വരും. അപ്പോൾ ആ അങ്ങനെ വലിയ വാല്യൂസ് വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുക, അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ എടുക്കുന്ന ഡിഫറൻസ് 0 ആവും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടുന്നു അത് റിമൈൻഡർ ആണ്. ചിലപ്പോൾ 11നെക്കാളും കൂടി പോയേക്കാം, ചിലപ്പോൾ 0 ആയേക്കാം, എന്തായിക്കോട്ടെ അത് റിമൈൻഡർ ആണ്. ഇനി നിങ്ങൾ 11നെക്കാളും കൂടിപ്പോയി, ഓക്കെ, ഇപ്പോൾ 22 ആണ് നിങ്ങൾ ഡിഫറൻസ് കിട്ടിയത്. വീണ്ടും ആ വാല്യൂ, അതിൻ്റെ അർത്ഥം എന്താ, റിമൈൻഡർ നിങ്ങൾക്ക് 22 കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ആ വാല്യൂവിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? 5 + 7 12. ഇത് 11. 12ൻ്റെ 11ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1. സോ ദിസ് നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. അതുകൊണ്ട് എന്താ, 22 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടി എന്ന് വിചാരിക്കുന്നു ഡിവിസിബിലിറ്റി എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. ഈ നമ്പറിൽ ഒരു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, LDC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒരു വട്ടം ചോദിച്ചിരിക്കുന്നത് 33ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 33ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 ഇതിൽ എത്ര ടൈംസും? 11. സോ 3ൻ്റെയും 11ൻ്റെയും ഡിവിസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ. 99ൻ്റെ ഡിവിസിബിലിറ്റി ചോദിച്ചാലോ? ഓക്കെ, 3 ഇതിൽ 33, 3 11. സോ 9 × 11. ഇപ്പം 9 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. ഇനി ഞാൻ ചോദിക്കുവാണ് 26ൻ്റെ ഡിവിസിബിലിറ്റി ചോദിച്ചാലോ? പറ 26. 26 എനിക്കറിയില്ല സാറേ, ഞാൻ ഫാക്ടറൈസ് ചെയ്തു. 2 ഇതിൽ എത്ര ടൈംസ് പോവും? 13. 2ൻ്റെയും 13ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ എന്ത് വാല്യൂ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, വലിയ വാല്യൂസ് ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 2ൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 4ൻ്റെ ആണെങ്കിൽ അറിയാം, 8ൻ്റെ ആണെങ്കിൽ അറിയാം, 3ൻ്റെ എങ്ങനെയാണെന്ന് അറിയാം, 9ൻ്റെ എങ്ങനെയാണെന്ന് അറിയാം, 5ൻ്റെ എങ്ങനെയാണെന്ന് അറിയാം, 10ൻ്റെ അറിയാം, 25ൻ്റെ അറിയാം. ഇനി ചില ആൾക്കാരുണ്ട് ഈ ഓസ്കുലേറ്റർ, ഞാൻ പറഞ്ഞ ഓസ്കുലേറ്റർ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അതിൻ്റെ മൾട്ടിപ്പിൾസിൽ, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾസിൽ എവിടെയെങ്കിലും 9 വരുന്നുണ്ടോ അല്ലെ 1 വരുന്നുണ്ടോ അവസാനത്തെ ഡേറ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യുക, ഓസ്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡിവിസിബിലിറ്റിയിൽ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോറടിച്ചോ? എനിക്കറിയാം ഇച്ചിരി ലാഗിങ് വന്നിട്ടുണ്ടാവും ചിലപ്പം, എനിക്കറിയില്ല. ഈ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടിയത് കൊണ്ടാണ്, ആവശ്യമുള്ളത് കൊണ്ടാണ്, ഈ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും പറയാനുള്ളത് കൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത്. അല്ലെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ടോ അല്ലെ എന്താ പറയുക 5 മിനിറ്റ് കൊണ്ട് ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറയുന്ന പോലെ ഇറക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ വീണ്ടും എന്താ കാണാപ്പാഠം പഠിക്കണം. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് ക്ലിയർ ആയാൽ പക്ക. ഒരു പക്ഷേ നിങ്ങൾ നാളെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനോ പോട്ടെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച് പാസ്സായാലേ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പാളിപ്പോകരുത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും ഇത് കാണാപ്പാഠം പഠിക്കണ്ട, കൺസെപ്റ്റ് ക്ലിയർ ആയി. സോ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ
നിങ്ങൾക്ക് ഇനിയും കാണണം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ എന്തും കൂടി ചെയ്യുക, ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നാളെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പുതിയതായിട്ട് എക്സാം എന്താ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണ് വേണ്ട, കുഴപ്പമില്ല, നാളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സക്സസ് അക്കാഡമി കൊച്ചി എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും. എനിവേ, ഓൾ ദി ബെസ്റ്റ്.